നമസ്കാരം, ഏവർക്കും സ്വാഗതം. KVTVയുടെ കൺവെൻഷൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഷിക്കാഗോയിൽ നടക്കുന്ന മഹനീയമായ ക്നാനായ കൺവെൻഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മോടൊപ്പം ഇതിൻ്റെ സംഘാടകരും ഇതിലെ പങ്കാളികളും ഒക്കെ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന നയനമനോഹരമായ ഒരു നിമിഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഈ കമ്മിറ്റിയുടെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസുകളുടെയൊക്കെ ചാർജ് വഹിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് മാളിയേക്കൽ. ഹീസ് ഫ്രം മയാമി. ഈ കൺവെൻഷൻ്റെ വിജയത്തെക്കുറിച്ചും കൺവെൻഷൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കാമോ? താങ്ക് യു സാജു. വളരെ ആവേശകരമായ ഒരു സ്വീകരണമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ മാക്സിമം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ ഗെയിംസിനെ പറ്റിയും സ്പോർട്സിൻ്റെ ബാക്കി കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ വളരെയധികം പാർട്ടിസിപ്പേഷൻ, പ്രതീക്ഷിക്കാത്ത ആളുകൾ, ഒത്തിരി ആളുകൾ എല്ലാ ടൂർണമെൻറ്റിലും എല്ലാ കളിയിലും പങ്കെടുത്ത് വിജയിക്കുകയാണ്. ആർക്കും ഒരു മടിയുമില്ല, പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്സാഹം. കാർഡ് ഗെയിംസും ചെസ് ഗെയിംസും ടേബിൾ ടെന്നീസും പോക്കറിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ എല്ലാ യൂണിറ്റിൽ നിന്നും മാക്സിമം ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ വിജയിച്ചു, പലരും വിജയിച്ചു, നല്ല ശതമാനം ആളുകൾ വിജയിച്ചു. താങ്ക് യു. താങ്ക് യു ജോർജ് ചേട്ടാ. വീണ്ടും നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട മാത്യു പൂത്രയിൽ. ഹീസ് ഫ്രം കുറുമുള്ളൂർ, ഷിക്കാഗോയിൽ സെറ്റിലായി. ഈ കൺവെൻഷനിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഈ കൺവെൻഷനിലെ സാന്നിധ്യത്തെക്കുറിച്ചും ഈ കൺവെൻഷൻ വിശേഷങ്ങളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. എന്നെ സംബന്ധിച്ചോളം പറയാനുള്ളത്, ഈ കൺവെൻഷൻ വളരെ ഭംഗിയായിട്ട് നടന്നു. ഇത്രയും വലിയ കാനായ ഒരു സമൂഹം, ഏതാണ്ട് 6500 ആൾക്കാർ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടും വളരെ ഭംഗിയായിട്ടും ഇത് നടത്തുവാൻ സാധിച്ചു. അതിനകത്ത് പ്രവർത്തിച്ച എല്ലാ ആൾക്കാരെയും, എല്ലാ കമ്മിറ്റിക്കാരെയും, എല്ലാ ആൾക്കാരെയും ഞാൻ അനുമോദിക്കുന്നു. നന്ദി. താങ്ക് യു മാധവ. അടുത്തതായിട്ട് നമുക്ക് ക്നാനായ യാക്കോബ സമുദായത്തിൻ്റെ അമേരിക്കയുടെ ചാർജുള്ള തിരുമേനിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എനിക്ക് പ്രത്യേകമായിട്ട് തിരുമേനിയോട് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. കാരണം ഞാനൊരു ക്നാനായ യാക്കോബ കുടുംബത്തിൽ നിന്ന് കത്തോലിക്കയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. തിരുമേനി ഞങ്ങളുടെ കൺവെൻഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ഈ ക്നാനായ കൺവെൻഷനെ കുറിച്ച് എൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തിരുമേനിക്ക് എന്താണ് തോന്നുന്നത്? ഈ വർഷത്തെ ക്നാനായ കൺവെൻഷൻ വളരെ ഭംഗിയായിട്ട് നടന്നു. അതിന് ഏറ്റവും നല്ല കാര്യമുള്ളത്, നമ്മുടെ പിതാവായ മൂലക്കാട്ട് പിതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി തീർന്നു. ക്നാനായ ജനതയ്ക്കുണ്ടായിരുന്ന ചില സംശയങ്ങളും അതുപോലെ തന്നെ ഇവിടെ സമുദായത്തിന് നേരിടുന്നതായ പല പ്രതിസന്ധികൾക്കും വളരെ നല്ല രൂപത്തിൽ പിതാവ് അതിന് മറുപടി പറയുകയും, ഞാൻ ക്നാനായ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണെന്ന് ഈ ജനതയെ അറിയിക്കുകയും ചെയ്ത എന്നുള്ളതാണ് ഈ വർഷത്തെ ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഇതിന് ഏറ്റവും ഊർജ്ജം നൽകിയത്. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ക്നാനായ കത്തോലിക്കയിൽ നടക്കുന്ന ഈ പ്രതിസന്ധിക്ക് തിരുമേനിക്ക്, യാക്കോബയിൽ നിന്നുള്ള തിരുമേനിക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു സജഷൻ ഉണ്ടോ? ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം നേടാനായിട്ട് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ? ഇത് ക്നാനായ കത്തോലിക്ക സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് സാധിക്കത്തില്ല. എങ്കിലും ഒരു ക്നാനായക്കാരൻ്റെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള സഹായങ്ങൾ നൽകുവാൻ ഞാൻ ഏത് സമയം പ്രതിജ്ഞാബദ്ധനാണ്. സഭയുടെ ഇൻറ്റേർണൽ കാര്യങ്ങളിൽ എനിക്ക് മറ്റൊരു തരത്തിലും ഇടപെടുവാനായിട്ട് സാധിക്കുകയില്ല. താങ്ക് യു തിരുമേനി. താങ്ക് യു. ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായി 11ാമത് കൺവെൻഷനിൽ പങ്കെടുക്കുവാനായി നാട്ടിൽ നിന്നും ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഒപ്പം നീണ്ടൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളിലേക്ക് നമുക്ക് ആരായാം. ആദ്യമായി ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പേരും പൊസിഷനും ഒന്ന് പറയൂ. ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ കോട്ടയം അതിരൂപതയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് തോമസ് പീടികയിൽ. ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു കായിക ഡിപ്പാർട്ട്മെൻറ്റിൽ, സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് ഓഫീസറായി ഞാൻ ജോലി ചെയ്യുകയാണ്. ഇവിടെ ആദ്യമായാണ് അമേരിക്കയിലെത്തുന്നതും ഇതുപോലൊരു കൺവെൻഷനിൽ പങ്കെടുക്കുന്നതും. അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ എന്താണ് അഭിപ്രായം? ഞാൻ 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാനായി ഞാൻ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഏതാണ്ട് 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമേരിക്കയിലെത്തുന്നത്. ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ ക്നാനായ കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നത്. 6000-ലധികം ആളുകൾ പങ്കെടുത്ത ഈ കൺവെൻഷനെക്കുറിച്ച്
കൺവെൻഷനിലെ ഒരു 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 പ്രതീക്ഷ എന്താണ് പറയും? ഞാൻ സ്റ്റേജിൽ എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാൻ അല്പം മുമ്പ് തന്നെ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സംസാരിച്ചു കഴിഞ്ഞു. 3 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് നടന്ന ശതാബ്ദിയോടനുബന്ധിച്ച് നടന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത ആ മഹാജനങ്ങളെക്കാൾക്ക് തുല്യമായ അതുപോലെ തന്നെ ഒരു മഹാസമ്മേളനമായിരുന്നു ഈ ചിക്കാഗോ ക്നാനായ അമേരിക്കൻ കൺവെൻഷൻ. ഒപ്പം കത്തോലിക്ക കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ബിനോയ് ഇടയാടി. ഞാൻ കനാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത ട്രഷറാണ്. ഞാൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ നടന്ന ഈ കൺവെൻഷൻ ഏതാണ്ട് 6000-ഓളം കനായ മക്കൾ അണിചേർന്ന ഈ കൺവെൻഷൻ വളരെ വലിയ ഒരു വിജയമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. കാരണം 4 ദിവസങ്ങളും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചു. അതിന് മുൻകൈയെടുത്ത KCCNA എല്ലാ ഭാരവാഹികൾക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത്തരത്തിൽ അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് നീണ്ടൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തോമസ് കോട്ടൂർ. എൻ്റെ സുഹൃത്തും ഞങ്ങളെ KCYയിലെ അനിഷേധ്യനായ ഒരു നേതാവ് കൂടിയായിരുന്ന തോമസ് കോട്ടൂരിനെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. തോമസ്, താങ്കളുടെ ജീവിതത്തിൽ ആദ്യമായി അമേരിക്കയിലെത്തുന്നു. ആദ്യമായി ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനിൽ ക്നാനായ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. അതിൽ ക്നാനായക്കാരൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ അഭിമാനിക്കുന്നു. കാരണം കാനായ മക്കളെല്ലാവരും ഒന്നിച്ചുകൂടി 16,000 പേരെ ഒന്നിപ്പിച്ച് കൂട്ടിക്കൊണ്ട് ഇത്രയും വലിയൊരു കൺവെൻഷൻ സംഘടിപ്പിക്കാൻ KCCNA തയ്യാറായത് എന്നുള്ളത് അഭിമാനകരമാണ്, അഭിനന്ദനീയമാണ്. ഇതാ നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അതിഥി മുൻ മന്ത്രി ബിനോയ് വിശ്വം, വനം വകുപ്പ് DCC പ്രസിഡന്റ് ടോമി കല്ലാനി എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. സാർ, ക്നാനായ വോയിസ് KVTV എന്ന ചാനലിലേക്കാണ്. ഈ കൺവെൻഷനിൽ ഇവിടെ എത്തുമ്പോൾ 6000-ലധികം ആളുകളാണ് ഈ ക്നാനായ കൺവെൻഷനിൽ അമേരിക്കയിൽ മുഴുവനുമായി പങ്കെടുക്കുന്നത്. അത് ഈ ഷിക്കാഗോ എന്ന് പറയുന്നത് ക്നാനായ സമുദായത്തിൻ്റെ അമേരിക്കയിലെ തറവാടാണ്. അപ്പോൾ താങ്കളുടെ സാന്നിധ്യം ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. ഈ വൈകിയ വേളയിലും ഇന്നത്തെ ഏറ്റവും മഹത്തായ ഈ ഈവനിങ്ങിലേക്ക് താങ്കൾ കടന്നു വന്നതിൽ ഞങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഈ കൺവെൻഷനെ എങ്ങനെ കാണുന്നു? അതിനോടുള്ള താങ്കളുടെ ഒരു സ്നേഹപ്രകടനം ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പങ്കുവയ്ക്കുമോ? ഞാനും ടോമിയും ഒക്കെ വന്നത് വാസ്തവത്തിൽ ഫൊക്കാന സമ്മേളനത്തിന് വേണ്ടിയാണ്. ഇവിടെ ക്നാനായ കൺവെൻഷൻ്റെ വിവരങ്ങൾ നേരത്തെ അറിയാമായിരുന്നു. ഷിക്കാഗോയിൽ വരുമ്പോൾ ഫൊക്കാനയ്ക്ക് വേണ്ടി വന്നതെങ്കിൽ പോലും ക്നാനായ കൺവെൻഷനിലെ സുഹൃത്തുക്കൾ വലുത് സുഹൃത്തുക്കളാണ്. ഒരുപാട് വർഷങ്ങളിലെ ഉറ്റബന്ധമുള്ളവരാണ്. നമ്മുടെ പ്രധാനപ്പെട്ട സംഘാടകനായിട്ടുള്ള സെറിയക്കും നമ്മുടെ ജോസ് കണിയാലിയും അടക്കമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ. അവരെല്ലാവരും നടത്തുന്നൊരു വലിയ പരിപാടിയിൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും കർത്തവ്യമായിട്ട് തോന്നി. അങ്ങനെയാണ് വന്നത്. ക്നാനായ കൺവെൻഷൻ മാത്രമല്ല, ക്നാനായ സുഹൃത്തുക്കൾ പലരും എപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസപരമായ ഒരു ദാർഢ്യത്തെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വാസിയല്ല എങ്കിൽ പോലും ഒരുപാട് സുഹൃത്തുക്കൾ നാട്ടിലും ഇവിടെയൊക്കെയുള്ളവർ സഭയുടെ കാര്യങ്ങളിൽ വിശ്വാസ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഉറച്ച നിലപാടുകളെ പറ്റി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ ഞാൻ എപ്പോഴും ആദരപൂർവ്വം കാണുന്നൊരു വലിയ വ്യക്തിത്വമാണ് പുതിയ മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൃത്യമായിട്ട് വായിക്കുന്ന, അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെയും നിരീക്ഷണങ്ങളെയും ആശയങ്ങളെയും നല്ലവണ്ണം ശ്രദ്ധിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാനെന്ന കാര്യം ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു. അദ്ദേഹം മാർപ്പാപ്പയായി ചുമതലയേറ്റ അന്ന് മുതൽ നടത്തിയ പ്രധാനപ്പെട്ട എല്ലാ പ്രസ്താവനകളും, അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനങ്ങളും ഏറ്റവും പുതിയ അദ്ദേഹത്തിൻ്റെ ദ ജോയ് ഓഫ് ഗോസ്പൽ, വിശ്വാസത്തിൻ്റെ ആനന്ദമെന്ന് പറയുന്ന വലിയ എക്ലിയാസിസ്റ്റിക്കൽ ഡോക്യുമെൻറ്റും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലെല്ലാം അദ്ദേഹം മാർപ്പാപ്പ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ലോകവീക്ഷണമുണ്ട്. സഭയുടെ പക്ഷപാതിത്വം എന്താണെന്ന് അദ്ദേഹം വ്യക്തമായി പറയാൻ ശ്രമിക്കുന്നുണ്ട്. യേശുവിൻ്റെ മാർഗത്തെ പിൻപറ്റുന്ന പുത്തൻ തലമുറയിലെ വിശ്വാസികൾ മറന്നുകൂടാത്ത ഒരുപാട് സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അദ്ദേഹം പറയുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ബ്രാസിലോണിയയിലെ തൻ്റെ പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ക്നാനായ കൺവെൻഷനും ഗൗരവമായി ചർച്ചക്കെടുക്കണമെന്നാണ്.
അദ്ദേഹം പറഞ്ഞത് യുവാക്കളെയും വൃദ്ധരെയും അവഗണിക്കുന്ന പുതിയ വികസന മാതൃകയെ പറ്റിയാണ്. കമ്പോള മേധാവിത്വപരമായിട്ടുള്ള ഈ വികസന മാതൃകയെ മാർപ്പാപ്പ പേരിട്ടത് കമ്പോള തറവാഴ്ച എന്നാണ്, ടിറനി ഓഫ് ദ മാർക്കറ്റ് എന്ന്. ആ തറവാഴ്ചയുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്നത് വൃദ്ധരുടെയും യുവാക്കളുടെയും ജീവിത പ്രശ്നങ്ങളാണെന്ന് പറയുന്ന ആ നിരീക്ഷണം ഒരു സോഷ്യൽ യാഥാർത്ഥ്യങ്ങളുടെ പരിച്ഛേദമായിട്ട് ഞാൻ കാണുകയാണ്. മാർപ്പാപ്പയുടെ ആ പ്രസംഗത്തിൽ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. മാർപ്പാപ്പ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ ഇഷ്ടമാണ്, താനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കൂടിയും എന്ന് പറഞ്ഞ മാർപ്പാപ്പയെ ബഹുമാനിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഒപ്പം കൊച്ചു വാക്കുകളിലൂടെ വലിയ അർത്ഥങ്ങൾ എത്തിക്കുന്ന മാർപ്പാപ്പയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ച ബിനോയ് വിശ്വം സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് ടോമി കല്ലാനി, കോട്ടയം ജില്ലയുടെ DCC പ്രസിഡൻ്റായ ടോമി കല്ലാനി നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ മഹാസമ്മേളനത്തിൽ, ഈ ജ്ഞാനായ മാമാങ്കത്തിൽ താങ്കളുടെ സാന്നിധ്യം ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. ഈ സമ്മേളനത്തെക്കുറിച്ചും അല്ലെങ്കിൽ അമേരിക്കയിലെത്തിയ താങ്കളുടെ ഈ സാഹചര്യവും അതുപോലെ ഈ കൺവെൻഷനിലെ പങ്കാളിത്തത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കുന്നു. വളരെയേറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് അമേരിക്കയിലെ ഈ മാമാങ്കം ജ്ഞാനായക്കാരുടെ ഈ വലിയ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു മാമാങ്കം ഈ ജ്ഞാനായ കൂട്ടായ്മയാണ്. അംഗബലം കൊണ്ടും, അംഗബലത്തിൽ മാത്രമല്ല, പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ, സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ ജ്ഞാനായ സമുദായം കാണിക്കുന്ന ആ വലിയ പാരമ്പര്യത്തെ വലിയ ബഹുമാനത്തോടു കൂടിയാണ് ഇന്ത്യൻ പൊതുസമൂഹവും കേരള പൊതുസമൂഹവും നോക്കിക്കാണുന്നത്. സ്വവംശ വിവാഹ നിഷ്ഠയിൽ അമേരിക്കയിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും പ്രലോഭനങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജ്ഞാനായ സമുദായം അതിൻ്റെ പരിശുദ്ധമായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് ഈ ലോകം തന്നെ എത്രയോ വലിയ ബഹുമാനത്തോടു കൂടിയാണെന്ന് തീർച്ചയായും ജ്ഞാനായ സമുദായം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വലിയ കൂട്ടായ്മ, വലിയ മാമാങ്കം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. എല്ലാവരുടെയും ഐക്യത്തിന്, കൂട്ടായ്മയ്ക്ക് ഈ മാമാങ്കം വഴിയൊരുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ ഭാഗമാക്കാകാൻ, ഇതിൻ്റെ ഒരു പങ്കാളിത്തത്തിൽ ഒത്തുചേരാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കാണുന്നു. നമ്മുടെ ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കോട്ടയത്ത് കൈപ്പുഴയിലോ നീണ്ടൂരോ ഏറ്റുമാനൂരോ ഒക്കെ വന്നു ചേർന്നൊരു പ്രതീതി, നമുക്ക് അടുപ്പമുള്ള, സ്നേഹമുള്ള, ബഹുമാനമുള്ള എത്രയോ വ്യക്തിത്വങ്ങളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഒരു കൂട്ടായ്മ, ഒത്തൊരുമ അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി ഞാൻ കാണുന്നു. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ അഭിമാനമായി കാണുന്നു. ഈ സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും മംഗളങ്ങളും ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങളോടൊപ്പം ഈ അല്പസമയം ചെലവിട്ടതിന് അദ്ദേഹത്തിന് താങ്ക്സ് പറയുന്നു. വീണ്ടും ഞാൻ നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് കടന്നു വരുന്നു. നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് വീണ്ടും വരുന്നു. തോമസ് കോട്ടൂർ, താങ്കളുടെ ഈ ആദ്യ സന്ദർശനത്തിൽ താങ്കൾക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങളും അല്ലെങ്കിൽ പെട്ടെന്ന് പറയാവുന്ന സവിശേഷതകളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും. അമേരിക്ക പോലെ വലിയ രാജ്യത്ത് നമ്മുടെ കാനായ മക്കൾ ഇത്രയും പേർ ഒന്നിച്ച് കുടിയേറി പാർക്കുകയും അവരവരുടെ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരുമയോടും വിശ്വാസത്തോടും കൂടി ഇവിടെ ജീവിച്ചു പോരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ഇത്രയും വലിയൊരു കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അതിശയം തോന്നിയത് ഇത്രയും കാനായ മക്കളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ അവിടുത്തെ KCNAക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിലേറെ അഭിമാനകരമായ കാര്യം. തീർച്ചയായും നല്ല രീതിയിൽ ഈ കൺവെൻഷൻ വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. 11ാമത് കൺവെൻഷന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. താങ്ക് യു തോമസ്. ഞങ്ങളുടെ KVTVയോട് ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്ക് യു തോമസ്. ഇപ്പോൾ നമ്മോടൊപ്പം ഷേർലി നെല്ലാമറ്റം, ഷീസ് ഫ്രം ഷിക്കാഗോ. ഈ കൺവെൻഷനിൽ വളരെ ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന കൺവെൻഷനാണ്. അതുകൊണ്ട് തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിച്ചേക്കാമെങ്കിലും മൊത്തത്തിൽ കൺവെൻഷനെ കുറിച്ച് ഉള്ള ഒരു അഭിപ്രായം പറയും. ഹലോ, 11ാമത് കൺവെൻഷൻ ഷിക്കാഗോയിൽ കൂടുവാൻ സാധിച്ചു. ഒരുപാട് കൂട്ടുകാരെയും ബന്ധുക്കളെ എല്ലാവരെയും കാണാൻ പറ്റി. എല്ലാവരെയും സന്തോഷം. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് വീണ്ടും കാണാം, വീണ്ടും വരിക. അടുത്ത ഒരു ടീം
പേരൊന്ന് പറയൂ. എൻ്റെ പേര് മേരി പതിപ്പള്ളി. സാനോസയിൽ നിന്നുള്ള മേരി പതിപ്പള്ളിയിലാണ് നമ്മളോട് കൺവെൻഷനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത്. നല്ല കൺവെൻഷനായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, എല്ലാവരെയും കാണാനും സാധിക്കൂ. ഒത്തിരി നല്ല. താങ്ക് യു. ഇവിടെ വീണ്ടും ഒരു കുറച്ച് പങ്കാളികൾ നമ്മോടൊപ്പം ഉണ്ട്. പേരൊന്ന് പറയൂ. അൽഫോൻസ് ഫ്രം സാനോസെ. ഡെന്നിഷ് ഫ്രം ഷിക്കാഗോ. ബീന ഫ്രം മയാമി. ഓക്കെ, ഇന്നത്തെ നമുക്കറിയാം കഴിഞ്ഞ കൺവെൻഷനെ അപേക്ഷിച്ച് ഈ കൺവെൻഷൻ ഒരു ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായി. അതിലേറെ സന്തോഷം നൽകുന്നത് ഷിക്കാഗോ അമേരിക്കയിലെ ക്നാനായ തറവാട്ടിൽ നടക്കുന്ന ഒരു ആഘോഷം അല്ലെങ്കിൽ മാമാങ്കമാണ്. നിങ്ങൾ അതിൽ സംതൃപ്തരാണോ, സന്തോഷവാന്മാരാണോ, എങ്ങനെ അതിനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും ഒത്തിരി നല്ലൊരു പരിപാടിയായിട്ടാണ് നമ്മുടെ ക്നാനായക്കാരെ ഒന്നിച്ചു കൂടുക, പ്ലസ് നമ്മുടെ ഫാമിലി, നമ്മുടെ കൂട്ടുകാരെ എല്ലാവരെയും കാണുന്ന ഒന്നിച്ചു കൂടാവുന്ന ഒരു നല്ലൊരു സംഭവം. പുറത്തുനിന്നൊക്കെ വന്ന് ഈ ഷിക്കാഗോയിൽ എത്തിയപ്പോൾ എങ്ങനെ തോന്നുന്നു? ഈ വിൻഡി സിറ്റിയും ഈ കൺവെൻഷനും ക്നാനായക്കാരെ ഇത്രയധികം കണ്ടപ്പോൾ എങ്ങനെ തോന്നുന്നു? സന്തോഷം തോന്നുന്നു? ഒത്തിരി നല്ലതാണ്. കാലാവസ്ഥ അനുകൂലമായിരുന്നു, വളരെ നല്ലതായിട്ട് തോന്നുന്നു. ഒത്തിരി പേരെ കാണാനും പരിചയപ്പെടാനും എല്ലാം ഇത്രയും നടത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. എല്ലാം നടത്തിയതിന് പലരും പറഞ്ഞു കേട്ടു 10-20 വർഷങ്ങൾക്ക് മുമ്പ് കാണാത്ത പലരെയും കണ്ടുമുട്ടാൻ സാധിച്ചു. ഞാൻ 31 വർഷം മുമ്പ് കണ്ടവരെ പോലെ എനിക്കിന്ന് കാണാൻ പറ്റി. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഈ കൺവെൻഷൻ്റെ നമ്മളാരും അറിയാത്ത പിന്നാമ്പുറങ്ങളിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. കടന്നു വരിക, പേര് പറയുക. ജെന്നി ഷിക്കാഗോ. കൺവെൻഷനെ കുറിച്ച് രണ്ട് അഭിപ്രായം പറഞ്ഞു. വളരെ നന്നായിരുന്നു. പഴയ ഒത്തിരി ഫ്രണ്ട്സിനെ കാണാൻ സാധിച്ചു. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അനി വളരെ നല്ല കൺവെൻഷനായിരുന്നു. ഒരുപാട് പഴയ കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റി. നന്നായിരുന്നു. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. നെക്സ്റ്റ് ടീം ബാബാ. ഹലോ എവരിബഡി, നിങ്ങളെല്ലാവരും എവിടെ നിന്ന് വരുന്നു, അതുപോലെ നിങ്ങളുടെ പേരും എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. എൻ്റെ പേര് ആൻസി, പഠിക്കപ്പറമ്പ് പിറവത്തുനിന്നാണ്. ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് വർഷങ്ങൾ ഒത്തിരി ആയെങ്കിലും ആദ്യമായിട്ടാണ് കൺവെൻഷൻ പങ്കെടുക്കുന്നത്. അതും ഷിക്കാഗോയിലായതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയല്ല. എല്ലാം നന്നായിരുന്നു. പിന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലാതെ നന്നായി ഭംഗിയായിട്ട് നടന്നു. അമ്മച്ചിയുടെ പേരെന്താണ്? അമ്മച്ചി എവിടുന്ന്? ശരിയമ്മ, അമ്മച്ചി ആദ്യമായിട്ടാണോ ഈ കൺവെൻഷൻ പങ്കെടുക്കുന്നത്? കൺവെൻഷൻ കൂടുന്നത് എൻ്റെ വീട് കണ്ണങ്കരയാണ്. ഞാനിവിടെ വന്നിട്ട് പല വർഷങ്ങളായെങ്കിലും ആദ്യമായിട്ട് കൺവെൻഷൻ കൂടി. ഇത് നല്ല കൺവെൻഷനായിരുന്നു, ഒരു കുഴപ്പമില്ല, സന്തോഷമായിരുന്നു. ഈ കൺവെൻഷനെ കുറിച്ച് അമ്മച്ചിക്ക് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്? ഇത് നല്ല അഭിപ്രായമാണ്. എല്ലാവരും കാണാനൊത്തു, നമ്മുടെ ആൾക്കാരെ എല്ലാവരും കണ്ടു, ഒത്തിരി സന്തോഷമായിരുന്നു. നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരെയും കാണാനൊത്തു, എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. താങ്ക് യു അമ്മച്ചി. ചേച്ചി എവിടുന്ന് വരുന്നു? നാട്ടിലെവിടെയാണ്? ഞാൻ മിനിസോട്ടയിലാണ് വരുന്നത്. ചെറുശ്ശേരി കുടുംബാംഗമാണ്. നാട്ടിലെ കുമരകത്താണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പടിക്കപ്പറമ്പിൽ കുടുംബാംഗം. ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? ഇത് എൻ്റെ ആദ്യത്തെ കൺവെൻഷനാണ്. നമ്മളെല്ലാ ക്നാനായക്കാരും ഒരുമിച്ച് കൂടി ആ എക്സ്റ്റൻഡഡ് ഫാമിലി ഫീലിംഗ്, അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഐ റിയലി എൻജോയിങ് ഇറ്റ്. ചേച്ചിയുടെ കയ്യിൽ എന്തോ ഒരു വലിയ ട്രോഫി ഇരിക്കുന്നുണ്ടല്ലോ, ചേച്ചിയുടെ പേരെന്താണ്? അത് എന്തിനാണ് ഈ ട്രോഫി കിട്ടിയിരിക്കുന്നത്? എൻ്റെ പേര് ജെയിൻ പെട്ടിക്കൽ. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് വരികയാണ്. ഞാൻ ഇത് ഫസ്റ്റ് പ്രൈസ് സിംഗിൾ സോങ്ങിന് കിട്ടി. ഇത്തിരി വർഷം കൂടി ഒരു സമ്മാനമൊക്കെ കിട്ടി തോണേ. ചേച്ചി ആ കിട്ടിയ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആ പാട്ടിൻ്റെ 2 വരി പ്ലീസ്, ഞങ്ങൾ എല്ലാ ക്നാനായക്കാർക്കും വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്നാനായ കൺവെൻഷന് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം പ്ലീസ്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കരിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളെ ദേവദാസിയെ, മറക്കൂ. ദൈവമേ, നമ്മുടെ ക്നാനായ സമുദായത്തിലെ ഒരു എസ് ജാനകിയാണിത്. ഇതൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ എല്ലാവരും ഒന്ന് കാണട്ടെ. അടുത്തായിട്ട് നമുക്ക് ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഈ കൺവെൻഷൻ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ലീന പടിക്കപ്പറമ്പിലാണ്. നമുക്ക് ലീന ചേച്ചിയോട് ചോദിക്കാം എന്താണ് അഭിപ്രായം എന്നാണ്. ഞാൻ ലീന ജോജിമോൻ, പടിക്കപ്പറമ്പ് വീട് പിറവത്തു നിന്നാണ്. എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേച്ചിക്ക് ഇനി അടുത്ത കൺവെൻഷനുകളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനി അമേരിക്കയിലേക്ക് ഇതുപോലെ വിസിറ്റിങ്ങിന് വരണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും നല്ല ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അടുത്ത ചേച്ചിയുടെ പേരെന്താണ്? എവിടുന്ന് വരുന്നു? ഈ കൺവെൻഷനെ പറ്റി എന്താണ് പറയാനുള്ളത്?
എൻ്റെ പേര് ലിനു പടിക്കപ്പറമ്പിൽ, പിറവത്താണ് സ്ഥലം. എൻ്റെ ഒറിജിനൽ സ്ഥലം കൈപ്പുഴ തറയിൽ കുടുംബാംഗം. കൺവെൻഷനെ കുറിച്ചുള്ള അഭിപ്രായം ഭയങ്കര നല്ലതായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഓൾമോസ്റ്റ് 6000ഓളം ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരേ മേൽക്കൂരയ്ക്കകത്ത്, ഇത് മക്കോർമിക് പ്ലേസ് എന്ന് പറഞ്ഞ ഷിക്കാഗോയിലെ ഏറ്റവും സ്ക്വയർ ഫീറ്റ് നല്ല ബിഗ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങിനകത്ത്, അതുപോലെ എല്ലാവരുടെയും ടാലൻസ് അനുസരിച്ച് ഒത്തിരി ഇൻവോൾവ്മെൻറ്റ്സ് ഒരേ സമയത്ത് നടക്കുന്നതുകൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആകും എവിടെ പോകണം എന്നുള്ളത്. ആ ഏരിയയിൽ അവിടെ സ്പോർട്സ് നടക്കുന്നുണ്ട്. പിന്നെ റിലീജിയസും സ്പിരിച്വലായിട്ട് അവിടെ റിട്രീറ്റ് നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ നല്ലൊരു കുർബാനയുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ബാങ്ക്വറ്റിന് വേണ്ടി എല്ലാവരും റെഡിയാകാനുള്ള പുറപ്പാടാണ്. ഞങ്ങൾ ഇവിടെ തന്നെ കൊച്ചിലെ മുതലേ കണ്ടിട്ടുള്ള പലരും റീയൂണിയൻ പോലെ ഫാമിലിയും ഫ്രണ്ട്സിൻ്റെ റീയൂണിയൻ കൂടിയാണ്. കൺവെൻഷനിലെ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ന്യൂയോർക്കിൽ നിന്നെത്തിയ ജെയിംസാണ് നമ്മോടൊപ്പം ഉള്ളത്. ജെയിംസ്, ഈ കൺവെൻഷൻ ഷിക്കാഗോയിൽ ആണ് എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയോ? തീർച്ചയായും നമ്മുടെ ക്നാനായക്കാരുടെ തറവാടായ ഈ ഷിക്കാഗോയിൽ കൺവെൻഷൻ നടക്കുന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഈ കൺവെൻഷൻ്റെ വിജയത്തെക്കുറിച്ച് നമുക്കറിയാം, എപ്പോഴും താരതമ്യം പഠനം എപ്പോഴും ആവശ്യമാണ്. കഴിഞ്ഞ കൺവെൻഷനെ അപേക്ഷിച്ച് ഇരട്ടി ആളുകളാണ് പങ്കെടുക്കുന്നത്. ഈ ആളുകളുടെ ഇത്ര വലിയ ഒരു പങ്കാളിത്തത്തിന് കാരണം എന്താണ്? തീർച്ചയായും നമ്മുടെ ക്നാനായക്കാരുടെ ഒത്തൊരുമയും സ്നേഹവുമാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്നാനായക്കാർ വർഷത്തിൽ 2 വർഷം കൂടുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് കൂടുകയും സ്നേഹങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുകയാണ്. ഉദാഹരണത്തിന് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കണ്ടതാണ് ഈ സുഹൃത്തിനെ. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച ആളാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ വെച്ച് കാണുകയും സ്നേഹങ്ങൾ പുതുക്കാൻ സാധിക്കാൻ സന്തോഷം. അദ്ദേഹത്തിൻ്റെ പേര് അലോഷ്യസ് ചെമ്മലക്കുഴിയിലാണ്. അലോഷ്യസ് ചെമ്മലക്കുഴി, ഒഹായിൽ നിന്നെത്തിയ താങ്കൾ ഈ കൺവെൻഷനെ എങ്ങനെ കാണുന്നു? ഒപ്പം ചിക്കാഗോയിൽ ആയതിനാൽ എനിക്ക് തോന്നുന്നു ക്നാനായ തറവാടിൽ നടക്കുന്ന ഈ കൺവെൻഷനെ എങ്ങനെ കാണുന്നു? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പമായിരുന്നു. ഇത് ഒരു സെൻട്രൽ ലൊക്കേഷൻ എന്ന് പറയാം. പല സിറ്റിയിലുള്ള ഡിട്രോയിറ്റ്, ന്യൂയോർക്ക്, അങ്ങനെ അടുത്തുള്ള പല ആൾക്കാർക്കും ഡ്രൈവബിൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഒത്തിരി പേർക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. ഇത് ഓൾമോസ്റ്റ് 6000 പീപ്പിൾ ഇവിടെ വന്നിരിക്കുന്നു. ഇത് വളരെ വിജയകരമായിട്ട് നടന്ന ഒരു കൺവെൻഷൻ. ഈവനിങ്ങിലുള്ള മുഴുവൻ പരിപാടികളിലും നിങ്ങൾ വളരെ മനോഹരമായി എൻജോയ് ചെയ്യുക. ഈ കൺവെൻഷനിൽ വീണ്ടും അടുത്ത പരിപാടിയിൽ, അടുത്ത കൺവെൻഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഒപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തായിട്ട് നമ്മുടെ കൂടെയുള്ളത് UK നിന്ന് ക്നാനായ ഈ കൺവെൻഷനായിട്ട് വന്നിരിക്കുന്നതാണ്. അദ്ദേഹം UKCCയുടെ സ്ഥാപക നേതാവും 3000-ലധികം പേരെ പങ്കെടുപ്പിച്ച ഒരു കൺവെൻഷൻ UK ആദ്യമായിട്ട് നടത്തിയതിൻ്റെ അധ്യക്ഷനുമായിരുന്നു. നമുക്ക് ഈ കൺവെൻഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പേരെന്താണ്? അതുപോലെ എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം പ്ലീസ്. എൻ്റെ പേര് സാബു മന്നാകുളം. ഞാനിപ്പോൾ വരുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ്. എടുത്തു പറയത്തക്ക രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കൺവെൻഷൻ എല്ലാ തരത്തിലും ഒരു വിജയകരമാണ്. ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയായി മറ്റുള്ള രാജ്യങ്ങളിൽ കുടിയേറിയ ക്നാനായക്കാരുടെ വികാരമായി മാറുവാൻ ഇത് ഉപകരിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒപ്പം തന്നെ ക്നാനായ പോപ്പുലേഷൻ്റെ ഏതാണ്ട് 1/5 1,25,000 ക്നാനായ ഫാമിലികൾ, അല്ലെ ക്നാനായ കുടുംബങ്ങളുള്ളതിൽ നിന്നും 1/5 വിഭാഗം ഈ അമേരിക്കയിൽ കുടിയേറി പാർത്ത് ക്നാനായ സമുദായത്തിൻ്റെ നെടുന്തൂണായി മാറുകയും ഈ ക്നാനായ സമൂഹം വളർച്ചയുടെ പടിവുകൾ തേടി പല രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തെങ്കിൽ പോലും ഇങ്ങനെയൊരു കൺവെൻഷൻ നമ്മുടെ ക്രൈസ്തവ സഭയിൽ തന്നെ വളരെ അപൂർവമായി നടക്കുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രം തിരുത്തിവരിച്ചുകൊണ്ട് ക്നാനായ സമൂഹത്തിൻ്റെ മുന്നേറ്റം നല്ല രീതിയിലേക്ക് വളർന്ന ഈ സാഹചര്യം ഓരോ ക്നാനായ മക്കളും സ്വന്തമായി മനസ്സിലാക്കി ക്നാനായ സംസ്കാരം എന്താണെന്നും വളർന്നു തരുന്ന തലമുറയെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. ഞങ്ങൾ ഈ കൺവെൻഷന് UK നിന്ന് വന്നതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക്സ്. അടുത്തായിട്ട് നമ്മുടെ ഷിക്കാഗോയിൽ നിന്നുള്ള നാഷണൽ KCC കൺവെൻഷൻ ടോണി ജോൺ ആണ് നമ്മളോട് കൂടെയുള്ളത്.
പുല്ലാപ്പള്ളിയിൽ അല്ലേ? അതെ. നമുക്ക് ഈ കൺവെൻഷനെ കുറിച്ച് എന്താണ് ടോണിക്ക് പറയാനുള്ളത്? നിങ്ങളുടെ തട്ടകത്തിലുള്ള ഈ കൺവെൻഷൻ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടോ ഈ കൺവെൻഷൻ? തീർച്ചയായും ഈ കൺവെൻഷൻ ഷിക്കാഗോ ഏറ്റെടുത്തപ്പോൾ ഇത് ഒരു സംഭവബഹുലമായ കൺവെൻഷൻ ആയിരിക്കും എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒത്തിരി തരണം ചെയ്താണ് ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എത്ര തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ജ്ഞാനായ സമൂഹത്തിൻ്റെ ആ ഐക്യവും സൗഹൃദവും നിലനിർത്തുന്ന രീതിയിൽ ഈ 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസം വളരെ മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്യുവാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ സമുദായത്തിൻ്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിന് ഒരു പ്രേരകം അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്കും ഒരു സഹായകമാകും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. താങ്ക് യു ടോണി. ചേച്ചി എന്നെ ചേച്ചി പേര് ബിജു ശ്രീ. അടുത്തായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ക്നാനായ സമുദായത്തിലെ ഏക DYSP. നമുക്കറിയാം നാട്ടിലെയൊക്കെ പോലീസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പവറാണെന്നറിയാം. നമ്മുടെ കൂടെ ഉള്ളത് നാട്ടിലെ DYSP ആയ ബിജു സ്റ്റീഫനാണ്. മിസ്റ്റർ ബിജു സ്റ്റീഫന് ഈ ക്നാനായ കൺവെൻഷനെ കുറിച്ച്, ഈ ക്നാനായ മാമാങ്കത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് ശ്രമിക്കാം. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മുടെ ബന്ധുക്കാരെയും സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണാനും, എത്രയോ കാലങ്ങളായിട്ട് കാണാൻ ആഗ്രഹിച്ച ആളുകൾ, അവരെ വളരെ എല്ലാവരെയും കാണാനും അവരോടൊപ്പം കുറേ സമയം ചെലവഴിക്കാനും സംസാരിക്കാനും ഒക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് വേറെ നാടിൻ്റേതായ യാതൊരു ടെൻഷനും ഇല്ലാതെ അങ്ങനെ കുറേ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ചേച്ചിയാണോ? എങ്ങനെയുണ്ട് ഈ ക്നാനായ കൺവെൻഷൻ? ആദ്യമായിട്ടാണോ അമേരിക്കയിൽ വന്നത്? ആദ്യമായിട്ടാണ് ഇവിടെ വരാനും എല്ലാവരെയും കാണാനും സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. ചേച്ചിയുടെ പേരെന്താണ്? ജിനി. ഏതാണ് വീട്? നാട്ടിലെവിടെയാണ് നിങ്ങളുടെ താമസം? ഞങ്ങൾ വെള്ളൂര് പിള്ളേർ ഇടവകയാണ്. എങ്ങനെയുണ്ട് കേരളത്തിലെ ക്രമസമാധാനമൊക്കെ അണ്ടർ കൺട്രോളിലാണോ? അതോ ഇപ്പം ഞങ്ങളൊക്കെ നാട്ടിലേക്ക് ഉടനെ തന്നെ വരാനുള്ളവരാണ്? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു? നിങ്ങൾ ധൈര്യമായിട്ട് പറയും, ഞങ്ങളൊക്കെ അല്ലേ അവിടെ ഉള്ളത്, നമുക്ക് എന്നാ പേടിക്കാതിരിക്കുന്നത്, നമുക്ക് നോക്കാം. കുഴപ്പമില്ല, ഞങ്ങൾ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും. നമ്പർ തന്നേക്കാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു കേട്ടോ. ഓക്കെ. കൂടുതലായിട്ട് ക്നാനായ കമ്മ്യൂണിറ്റി മുഴുവൻ കാണുവാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഞാൻ മൊത്തം അങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റിയിലെ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടും. 9447230888. ഒന്നുകൂടെ പറയാം, 9447230888. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോ. പരമാവധി നമുക്ക് നോക്കാം. ശരി. നമ്മുടെ ക്നാനായക്കാരുടെ ഒരു 911 നമ്പറാണ് നമുക്കിപ്പോൾ നാട്ടിൽ കിട്ടിയിരിക്കുന്നത്. എനിവേ സാറ് പറഞ്ഞിട്ടുണ്ട് എല്ലാം നമ്മുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാതെ. താങ്ക് യു വെരി മച്ച് സാർ. അടുത്തായിട്ട് നമുക്കിവിടെ കുറേ സുന്ദരി പെണ്ണുങ്ങൾ നിൽപ്പുണ്ട്. നമുക്ക് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ക്നാനായ കൺവെൻഷനെ പറ്റിയുള്ള അഭിപ്രായം? നിങ്ങളുടെ പേരും എവിടെ നിന്ന് വരുന്നു? ഈ ക്നാനായത്തിൻ്റെ ഈ കൺവെൻഷൻ ഏതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. എൻ്റെ പേര് മേരി തോമസ് ആലുങ്കൽ. ഞാൻ ഷിക്കാഗോയിൽ നിന്നാണ്, മോർട്ടൺ ഗ്രോവിൽ താമസിക്കുന്നു. ഈ കൺവെൻഷൻ 11th KCCNA കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ നോർത്ത് അമേരിക്കയിലുള്ള മൊത്തം ക്നാനായ സത്യം പറഞ്ഞ ആഗോളതലത്തിലുള്ള മൊത്തം ക്നാനായ ജനതയുടെ ഈ സംഗമത്തിന് ഇന്ന് തിരശ്ശീല വീഴുമ്പോൾ ഇതൊരു വലിയ ചരിത്ര സംഭവമായിട്ട് മാറുന്നു. കാരണം ഒന്നാമത് ഇത് ഇവിടെ ഈ ഷിക്കാഗോയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മിക്കോർമിക് പ്ലേസിൽ നടക്കുന്നു. വലിയ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായ മിക്കോർമിക് പ്ലേസും ഷിക്കാഗോയും എല്ലാവരെയും ഇങ്ങോട്ട് ആകർഷിച്ചു. അതിനപ്പുറം ഇവിടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തനതായ കലകൾ, ക്നാനായക്കാരുടെ തനതായ കലകളും പാരമ്പര്യങ്ങളും എല്ലാം വിളിച്ചോതുന്ന പല വേദികളും കാണുവാൻ സാധിച്ചു. ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക് വളരെയധികം സുരക്ഷിതത്വവും അവരുടെ പരിപാടികൾ വളരെ വിജയകരമായിട്ട് ഇവിടെ നടക്കുകയും ചെയ്തു എന്നുള്ളത് മാതാപിതാക്കളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. റോണി പുത്തമ്പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന യൂത്തിന് ചെയ്യുന്ന എല്ലാ പരിപാടികളും വളരെ വിജയകരമായിരുന്നു ഇതുവരെ. ഇനി ശേഷിച്ച സമയവും അത്രയും വിജയകരമായിരിക്കും. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുട്ടികളുടെ ഭാവിയാണ് ഈ ക്നാനായ സമുദായത്തിൻ്റെ ഭാവി തന്നെ സ്ഥിതി ചെയ്യുന്നത്, സുരക്ഷിതമായി നിൽക്കുന്നത് ഈ കുഞ്ഞുങ്ങളിലാണ്. അവരിൽ അത് സുരക്ഷിതമാക്കുവാൻ അല്ലെങ്കിൽ സെക്യൂർ ആക്കുവാൻ ഇവിടുത്തെ നേതൃത്വം കാണിക്കുന്ന ഈ താല്പര്യത്തിനാണ് ഞാൻ അഭിനന്ദനം കൊടുക്കുന്നത്. എത്രയെല്ലാം വ്യക്തിപരമായ വിഭാഗീയതകളുണ്ടെങ്കിലും ഒരുമിച്ച് കൂടുമ്പോൾ ക്നാനായക്കാർ അവരുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ച് ഒന്നിക്കുന്നു. ആ കൂട്ടായ്മയാണ് നമ്മുടെ ബലം, ആ യൂണിറ്റി. തനിമയിൽ ഒരുമയിൽ വിശ്വാസ നിറവിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട്.
അതിലേക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു, എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എൻ്റെ പേര് റോസ്ലി കണ്ണച്ചാമ്പറമ്പിൽ. ഞാൻ ഷിക്കാഗോയിൽ നിന്നാണ്. അപ്പോൾ ഷിക്കാഗോയിൽ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കൺവെൻഷൻ വരാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. ധാരാളം ഫ്രണ്ട്സിനെയും ഫാമിലിയും എല്ലാം കാണാനെത്തു. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. വളരെ നന്നായിട്ട് പോകുന്നു കൺവെൻഷൻ. എൻ്റെ പേര് ജൈന ഇലക്കാട്ട്. ഞാൻ ഡിട്രോയിറ്റിൽ നിന്ന് വരുന്നു. എല്ലാ കൺവെൻഷനും ഞങ്ങൾ സംബന്ധിക്കാറുണ്ട്. ഡിട്രോയിറ്റിൻ്റെ ടീം ഇവിടെ വന്നു കൾച്ചറൽ പ്രോഗ്രാം എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാത്തിനും പ്രൈസ് മേടിച്ചു. ഞങ്ങൾ പിള്ളേരും എല്ലാവരും വളരെ ഹാപ്പിയാണ്. സോഫാർ എല്ലാം നന്നായിട്ട് പോകുന്നു. ഇനിയും മുന്നോട്ടുള്ള കൺവെൻഷനിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാം കാണാനും ബാക്കി കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒത്തിരി ആളുകളെയും നാട്ടുകാരെയും എല്ലാം കാണാൻ സാധിച്ചു. പിള്ളേർക്ക് അവരുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനും വളരെ ഒരു വേദിയായിട്ട് ഞങ്ങൾ ക്നാനായക്കാരെല്ലാം ഒന്നിച്ചു കൂടുമ്പോൾ ഒരു അപ്പൻ്റെ മക്കളായിട്ട് ഇവിടെ ഒന്നിച്ചു കൂടി ഷിക്കാഗോയിൽ എൻജോയ് ചെയ്തു പോകുന്നു. ഇനിയും നന്നായിട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ലിസ ജോയി പണയപ്പറമ്പിൽ, ചിക്കാഗോയിൽ നിന്നാണ്. ഞാൻ കൂടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കൺവെൻഷനായിട്ടാണ് തോന്നുന്നത്. സ്കൂളിലും കോളേജിലും പഠിച്ചവരും ബന്ധുക്കളും ക്ലാസ്മേറ്റ്സൊക്കെ ആയിട്ട് എല്ലാവരെയും കാണാൻ സാധിച്ചു. വളരെ ഭംഗിയായി. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഐ എം റിയലി പ്രൗഡ് ടു ബി എ ക്നാനായ. താങ്ക് യു. ഞാൻ മാഗി പട്ടക്കണ്ടത്തിൽ ന്യൂയോർക്കിൽ നിന്നാണ്. ഞങ്ങൾ 4 ദിവസം എങ്ങനെ പോയെന്നറിയത്തില്ല. വളരെ നല്ലൊരു കൺവെൻഷനായിരുന്നു. ഇത്രയും ഞങ്ങളുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഞങ്ങളുടെ ഫാമിലിയെയും കണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നു. ഇപ്പോൾ തീരുവാണല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു കൺവെൻഷനായിരുന്നു. നമ്മോടൊപ്പം ഈ കൺവെൻഷനിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഫാദർ മേലേടം. നമുക്കറിയാം കോട്ടയം അതിരൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ തുടക്ക കാലഘട്ടത്തിലെ ആദ്യ ഡയറക്ടറും അതിന് ചുക്കാൻ പിടിച്ച വ്യക്തിയുമാണ്. ഇപ്പോൾ ഹൂസ്റ്റണിൽ സേവനം ചെയ്യുന്നു. നാട്ടിൽ നിന്നും ഹൂസ്റ്റണിലെത്തി. ഹൂസ്റ്റണിൽ കുറേ നാളുകൾ സേവനം ചെയ്ത വ്യക്തിയാണ്. അച്ഛാ, ഈ കൺവെൻഷനിലെ താങ്കളുടെ സാന്നിധ്യവും ഒപ്പം ഈ പങ്കാളിത്തവും അതുപോലെ തന്നെ അമേരിക്കയിലെ ക്നാനായ തറവാടായ ഷിക്കാഗോയിൽ ഇത്രയധികം ആളുകൾ കൂടിയതിലുള്ള സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ വാസ്തവത്തിൽ ഈ കൺവെൻഷൻ രജിസ്റ്റർ ചെയ്ത് വന്നയാളല്ല. എങ്കിലും ചിക്കാഗോയിൽ ഈ കൺവെൻഷൻ നടക്കുന്ന അവസരത്തിൽ എങ്ങനെയും ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും അകത്ത് കയറാമെന്നും അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ തന്നെ കയറി കാര്യങ്ങളിൽ പങ്കെടുക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് മുതൽ സജീവമായിട്ട് ഞാനിവിടെ ഉണ്ട്. ഇന്നത്തെ കുർബാനയെ സംബന്ധിച്ചു. അതോടുകൂടി എനിക്ക് മനസ്സിലായി, അതായത് 1996 ചിക്കാഗോ ആദ്യത്തെ ചിക്കാഗോ കൺവെൻഷൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ ഞാനായിരുന്നു. അന്ന് സ്പിരിച്വൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ഒരു ശക്തിയും വീറും ഒക്കെ ഉള്ള ഒരു കാലമായിരുന്നു. അതുകൊണ്ട് ധാരാളം സുഹൃത്തുക്കൾ എനിക്ക് ചിക്കാഗോയിലുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും അച്ഛാ എൻ്റെ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് പുതുക്കി അതേ ചൈതന്യത്തിൽ തന്നെയാണോ എന്ന്, അതിൽ നിന്ന് 10 മടങ്ങായിട്ട് സ്പിരിറ്റ് കൂടിയിട്ടുണ്ട്. സമുദായത്തിൻ്റെ സ്നേഹവും ബന്ധവും വർദ്ധിച്ചിട്ടുണ്ട്. അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പടർന്നു. അങ്ങനെ വലിയൊരു കമ്മ്യൂണിറ്റിയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എൻ്റെ ഒച്ച തന്നെ ഇപ്പോൾ അടച്ചിരിക്കുന്നതാണ്. ഓടി വന്ന് എന്നോട് ചോദിക്കുന്നു, അച്ഛൻ എവിടെ നിന്നാണ് വന്നത്, എപ്പോഴാണ് പരിപാടി, ഇങ്ങനെ. ഞാൻ പറഞ്ഞ് മടുത്തുകൊണ്ടാണ്. പച്ചവെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ, ഭക്ഷണം കഴിച്ചില്ല, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശകരമായ ഇത്തരത്തിലുള്ള കൺവെൻഷനുകൾ ഇപ്പോൾ അടിക്കടി കഴിഞ്ഞ കൺവെൻഷനിൽ മാത്രം അല്പം നമ്മുടെ ജനപങ്കാളിത്തം കൊണ്ട് അല്പം കുറവായിരുന്നു. എങ്കിലും വീണ്ടും അത് തിരിച്ച് അതേ ദിശയിൽ എത്തിയിരിക്കുകയാണ്. 6000-ഓളം ആളുകളാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകളുടെ ഇത്രയധികമുള്ള ഒരു തള്ള് ഈ കൺവെൻഷനുകളിലേക്ക് വരുവാനുള്ള എന്താണ് അതിൻ്റെ സാധ്യത, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒറ്റ കാര്യം, ക്നാനായക്കാരെന്നുള്ള അഭിമാനബോധം. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. ഞങ്ങളോടൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിന്. നമ്മുടെ ഒപ്പം അച്ഛനോടൊപ്പം വന്ന നമ്മുടെ സിറിയക് തോട്ടം സാനോസയിൽ നിന്ന് എത്തിയ ആളാണ്. സാനോസയിൽ നിന്ന് ഈ ഷിക്കാഗോ തറവാട്ടിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ആ ഒരു മനോവികാരവും ഒപ്പം ഇതിലെ സാന്നിധ്യവും ഒന്ന് വിശദീകരിക്കുമോ? ആക്ച്വലി ഷിക്കാഗോയാണ് എൻ്റെ തറവാട്. ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചത് ഷിക്കാഗോയിലാണ്. ഷിക്കാഗോയിൽ ചുള്ളമ്പലച്ചൻ്റെ കാലം മുതൽ വളരെയധികം കാര്യങ്ങളിൽ ഇടപെടുകയും സമുദായത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി തന്നു. അതൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ ഒരു വലിയ കൂട്ടായ്മയിൽ വരുവാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് നല്ലൊരു കൺവെൻഷനായിരുന്നു. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അതിപ്പോൾ എങ്ങനെയായാലും പോരായ്മകളില്ലാതെ ഒരു കൺവെൻഷൻ നമുക്ക് നടത്താൻ പറ്റത്തില്ല. എങ്കിലും ഓവറോൾ നോക്കുമ്പോൾ തിരക്കേടില്ലാത്തൊരു കൺവെൻഷൻ, 16,000 പേര് കൂടുന്ന വലിയൊരു മാമാങ്കം,
ഇതിൽ സംബന്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനൊരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും സ്വന്തം കുടുംബത്തിലെ പോരായ്മകൾ നമ്മൾ തന്നെ സഹിച്ചുകൊണ്ട് അതിനെ അടുത്ത പ്രാവശ്യങ്ങളിൽ തിരുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള കൺവെൻഷനുകൾ ഇനിയും ഉണ്ടാകട്ടെ. അതിനായി നമുക്ക് പ്രയത്നിക്കാം. താങ്ക് യു. നമ്മളോടൊപ്പം കുറച്ച് ഗ്രൂപ്പുണ്ട്. അതിൽ ആദ്യം ജയ്മോൾ പീടികയിലാണ്, KCWFയുടെ ജനറൽ സെക്രട്ടറിയായ. അതിൽ ഇന്നലത്തെ മലയാളി മങ്ക പരിപാടികളൊക്കെ നേതൃത്വം നൽകിയതാണ് ജയ്മോൾ. നമുക്ക് ജയ്മോളിനെ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ മീറ്റ് ചെയ്തോ ഈ കൺവെൻഷൻ? Yes, so far it's going very well. I think everyone enjoyed the Manga and Manan pageant yesterday. It went very well. I want to thank everyone who helped us organize this the event. All the contestants did a very good job, and thank you. So far, I think everything is going very well. Thank you. എന്താണ് പേര്? ഈ കൺവെൻഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പേര് ബെനി പീടികായൽ. കൺവെൻഷൻ സോഫാർ ഓവറോൾ കുഴപ്പമില്ല. എന്നാലും ചില പ്രശ്നങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും അത് നോക്കിയും കണ്ട് പരിഹരിച്ച് അടുത്ത കൺവെൻഷനിൽ അത് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരും പേരും എങ്ങനെയാണ്, ഈ കൺവെൻഷനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നൊന്ന് പറയണേ. എൻ്റെ പേര് മോളി ജോസഫ് പുളിക്കമറ്റം. പരിപാടി കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഏകദേശം കുഴപ്പമില്ലാതെ പോണു. എൻ്റെ പേര് സുഷ കുപ്ലിക്കാട്ട്. ഞാൻ അറ്റ്ലാന്റയിൽ നിന്ന് വരുന്നു. ഇവിടെ വളരെയധികം ആൾക്കാരുണ്ട്. 7000-ലധികം ആൾക്കാർ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. ഈ അവസരത്തിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുവാനും എല്ലാം സാധിക്കുന്നു. ഞാൻ കാരിത്താസിൽ പഠിച്ചുകൊണ്ട് കാരിത്താസിൽ റീയൂണിയൻ ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. എൻ്റെ പേര് ജിൻസി. So far convention is doing well. We hope everything will go very good. Thank you. എൻ്റെ പേര് സ്റ്റീഫൻ മട്ടത്തിൽ. ഞാനിപ്പോൾ ഉഴവൂർ ഫൊറാനയുടെ ഒരു വലിയ സംഗമം കഴിഞ്ഞിട്ട് വരികയാണ്. ആദ്യമായിട്ടാണ് ഒരു കൺവെൻഷനിൽ ഒരു ഫൊറാന മീറ്റിങ്ങിൽ 100-ൽ പരം ആളുകൾ അവിടെ പങ്കുണ്ടായിരുന്നു. സാൻ ആൻ്റോണിയോയിൽ നിന്നാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബസഹിതം ഇവിടെ എത്തിയിരിക്കുകയാണ്. അടുത്ത 4 ദിവസത്തേക്ക് ഒരു വലിയ ക്നാനായ മാമാങ്കം തന്നെയാണ് ഇവിടെ നടന്ന് കൊണ്ടിരിക്കുന്നത്. നാളെ കൊണ്ട് കഴിയുവാൻ പോകുന്നത്. ഒരു 7000-ഓളം വരുന്ന ക്നാനായ മാതാപിതാക്കൾ, കുട്ടികൾ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ, ഒരുപക്ഷെ 30 വർഷത്തിന് ശേഷവും 50 വർഷത്തിന് ശേഷവും ആദ്യമായി കണ്ടുമുട്ടുന്ന ക്നാനായക്കാരുടെ ആ സൗഹൃദം പങ്കിടുവാനുള്ള ഒരു പരിപൂർണ വേദിയായി ഈ കൺവെൻഷൻ മാറിയിട്ടുണ്ട്. ഇനിയും ഇന്ന് ഈ കൺവെൻഷനിലൂടെ പരിചയം പുതുക്കുകയും ചെയ്തതുകൊണ്ട് ഇനിയുള്ള ഭാവി കൺവെൻഷനുകളിലേക്ക് ഒരുപാട് ക്നാനായ അംഗങ്ങൾ കടന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അവസരത്തിന് നന്ദി, നമസ്കാരം. ഒരു സന്തോഷ വാർത്ത. മുൻ KCSൻ്റെ പ്രസിഡന്റും KCCN എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായിരുന്ന മിസ്റ്റർ ജോയി ചെമ്മാച്ചലാണ് നമ്മോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കൺവെൻഷനിലെ ശക്തമായ ഒരു പങ്കാളിത്തം കൊണ്ട് അലങ്കൃതമാണെങ്കിൽ കൂടിയും അതിലേറെ സന്തോഷം ഇന്ന് ഈ നിമിഷം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഈ ക്നാനായ കൺവെൻഷനൊപ്പം നടക്കുന്ന ചിക്കാഗോയിൽ നടക്കുന്ന ഫൊക്കാന കൺവെൻഷൻ്റെ സമാപനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അടുത്ത 2 വർഷത്തേക്കുള്ള ഫൊക്കാനയുടെ വൈസ് പ്രസിഡൻ്റായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. KVTVയുടെയും ക്നാനായ വോയിസിൻ്റെയും പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ആദ്യമേ തന്നെ നേരാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ സന്തോഷവും ഞങ്ങൾ പങ്കിടുന്നു. ഈ വിജയത്തിലും ഫൊക്കാനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും അതിലെല്ലാം ഉപരി ക്നാനായ സമുദായത്തിൻ്റെ 6000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഈ കൺവെൻഷനിലെ പങ്കാളി എന്ന നിലയിലും ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് വിശദീകരിക്കാം. 2 മാമാങ്കങ്ങളാണ് ഈ ആഴ്ച ഷിക്കാഗോയിൽ അരങ്ങേറുന്നത്. ഒന്ന് ക്നാനായ മാമാങ്കം, രണ്ടാമത് മലയാള മാമാങ്കം. ഈ 2 കൺവെൻഷനും ഷിക്കാഗോയിലായതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് 2ലും പങ്കെടുക്കാൻ സാധിച്ചു. പിന്നെ ഇപ്പോൾ സാജു പറഞ്ഞ പോലെ അടുത്ത 2 വർഷത്തേനുള്ള വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ കൺവെൻഷൻ വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഇത്രയും ജനപങ്കാളിത്തമുണ്ടായ ഒരു ക്നാനായ കൺവെൻഷൻ ആദ്യമായിട്ടാണ്. ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. താങ്ക് യു ജോയിച്ച. അടുത്തതായി നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സാബു ചെമ്മലക്കുഴിയാണ്. എനിക്ക് തോന്നുന്നത് മീഡിയ വഴി വളരെയധികം ശ്രദ്ധ എടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അതിലുപരി ക്നാനായ സമുദായം
തൻ്റെ ചോരയിലും നടപ്പിലും എടുപ്പിലും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായി സമുദായത്തിൻ്റെ മുന്നേറ്റവുമായി കടന്നു വന്നിരിക്കുന്ന സാബു ജമലക്കുഴി, അദ്ദേഹം കാൽനടയായി കോട്ടയം അരമനയിൽ നിന്നും അദ്ദേഹം കാൽനടയായി 2 ദിവസം കൊണ്ട് ആലഞ്ചേരി പിതാവിൻ്റെ ആസ്ഥാനമായ കാക്കനാടേക്ക് വിമോചന യാത്ര നയിച്ച വ്യക്തിയാണ്. അതിൽ ഒരു ദിവസം പങ്കെടുക്കാൻ സാധിച്ച വ്യക്തിയാണ്. താങ്കളുടെ ഇത്തരത്തിലുള്ള പ്രചോദനം താങ്കൾക്ക് എങ്ങനെ ലഭിച്ചു? അതായത് 2012 ഡിസംബർ 20-ാം തീയതി നമ്മുടെ അങ്ങാടിത്ത് പിതാവിൻ്റെ ഇടയലേഖനം നമ്മളുടെ ഹോളി ഫാമിലി കനാനായ കാത്തലിക് ചർച്ചിൽ ഫാദർ ഡൊമിനിക് മടത്തിക്കളത്ത് വായിക്കുകയുണ്ടായി. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി എങ്ങനെ പ്രതികരിക്കാം എന്ന് പല ദിവസങ്ങൾ ആലോചിച്ച് ഏകദേശം 2013 ഫെബ്രുവരി കൂടി എനിക്ക് 5 പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തത്. കാരണം ഈ സമുദായം നശിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. ഇപ്പം എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് ഞാനൊരു നേതാവല്ല. അതുകൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്താനായിട്ട് ഉള്ള കഴിവെനിക്കില്ല. എങ്കിലും എനിക്ക് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള നിലയ്ക്ക് 5 പ്രോഗ്രാമാണ് അന്ന് പ്ലാൻ ചെയ്തത്. അതായത് ഒന്ന് 2013 മാർച്ച് 3-ാം തീയതി ചിക്കാഗോയിൽ ഒരു മാർച്ച് നടത്തി സമാധാനപരമായിട്ട് KCCയുടെ ഇലക്ഷനോട് കൂടിയായിരുന്നു അത്. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ലെറ്ററുകൾ അയക്കാൻ തുടങ്ങി. 4 ലെറ്ററാണ് ദിവസവും വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 490-ാമത്തെ ദിവസമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മാർപ്പാപ്പായ്ക്കും, രണ്ടാമത് നമ്മളുടെ ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ കാർഡിനൽ സാൻഡ്രിക്കും, പിന്നെ മൂന്നാമത് കാർഡിനൽ നമ്മുടെ ഞാൻ മറന്നുപോയി പേര്, നമ്മളുടെ ആലഞ്ചേരി പിതാവിനും നമ്മുടെ അങ്ങാടിത്ത് പിതാവിനും, അങ്ങനെ 4 ലെറ്ററാണ് ദിവസം വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അന്ന് തീരുമാനിച്ചതായിരുന്നു 2014 കഴിഞ്ഞ ജൂൺ 1-ാം തീയതി കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ നടന്നു പോയി നമ്മളുടെ വിഷമങ്ങൾ അറിയിക്കാൻ. അതിന് ഞാൻ മനസ്സിൽ കണ്ടത് ഇതാണ്. മൂലക്കാട്ട് പിതാവ് മാക്കിയിൽ പിതാവ് എടുത്ത ത്യാഗങ്ങളുടെ ഒരു ശകലമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പദയാത്ര പ്ലാൻ ചെയ്തത്. ആ പദയാത്ര അവിടെ എത്തിയപ്പോൾ നമ്മുടെ അധികാരികളിൽ നിന്നും അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൻ്റെ പക്കൽ നിന്നും ലഭിച്ച പ്രതികരണം എങ്ങനെയായിരുന്നു? അതായത് വളരെ നല്ല പ്രതികരണമായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ പോയ വഴിക്ക് പല അച്ഛന്മാരും എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും 2 അച്ഛന്മാരും കൂടെ നടക്കുകയും ഒക്കെ എന്നോട് എല്ലാവരും പറയുന്നത് ഞങ്ങൾ സഭയുടെ കീഴിലായതുകൊണ്ട് അവർക്ക് ഓപ്പണായിട്ട് മുന്നോട്ട് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ വന്നത് വളരെ സന്തോഷമുണ്ട്, അവരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇത്രയധികം ശക്തമായി ഒറ്റയ്ക്ക് ഉള്ള പോരാട്ടവുമായി ഇറങ്ങിയിരിക്കുന്ന സാബു ജമലക്കുഴിക്ക് നമ്മുടെ എല്ലാം പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് കൂടുതൽ ആളുകൾ താങ്കളെ സപ്പോർട്ട് ചെയ്യുകയും ഇത് ലക്ഷ്യത്തിലെത്തുന്നിടം വരെയുള്ള താങ്കളുടെ പ്രയത്നത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പേരൊന്ന് പറയൂ. എൻ്റെ പേര് NB ജോൺ, ചേത്തലിൽ ജോൺ സാർ എന്ന് ആണ് സാറിനെ ആൾക്കാർ വിളിക്കുന്നത്. ഹ്യൂസ്റ്റണിൽ നിന്ന് വരുന്നു. ഇവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ ഇതുവരെയുള്ള ഇമെയിലുകളും ബ്ലോഗും ഇതെല്ലാം വായിച്ചതിൽ നിന്നും അർത്ഥത്തിൽ ബിഷപ്പിൽ നിന്നുള്ള ലെറ്ററും എല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരേ അഭിപ്രായം, നമ്മളുടെ സമുദായത്തെ സേവ് ചെയ്യാനായിട്ടുള്ള മാർഗം നമ്മൾ സീറോ മലബാർ സഭയിൽ കണ്ടിന്യൂ ചെയ്തെന്നാൽ നമ്മൾക്ക് യാതൊരു ഉപകാരപ്രദമായ യാതൊരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് സീറോ മലബാർ സഭയിൽ നിന്നും ബോയ്ക്കോട്ട് ചെയ്ത് പോരണം എന്നാണ് എൻ്റെ ബലമായ അഭിപ്രായം. പിന്നെ അതിൻ്റെ കാരണം പറയാം. സീറോ മലബാർ സഭ നമുക്കൊന്നും തരാൻ പോണില്ല. നമ്മളിപ്പം പിതാക്കന്മാർ പറയുന്നത് സീറോ മലബാർ സഭ നമ്മൾ കൊണ്ടുവന്നതാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്, അവരെല്ലാം നമ്മുടെ കീഴിൽ. പക്ഷേ ഇപ്പം അനുഭവത്തിൽ അവരെ കരിയേപ്പല പോലെ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ സിഗ്നേച്ചർ ക്യാമ്പയിൻ കണ്ടിന്യൂ ചെയ്യുകയും പിതാവ് നമ്മളോടുകൂടി നിന്ന് റോമിൽ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ റോമിൽ പോയെന്നാൽ നമുക്ക് പോപ്പിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടും. അപ്പോയിൻമെൻറ്റ് കിട്ടി അവിടെ പോയി നമ്മളുടെ കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ, അത് ധരിപ്പിക്കേണ്ട രീതിയിൽ ധരിപ്പിച്ചെന്നാൽ നമുക്ക് ഈ സമുദായത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ക്നാനായ സമുദായം, സീറോ മലബാർ സഭ പോലെ തന്നെ ക്നാനായത്തിന് വേണ്ടി ഒരു ചെറിയ സഭ, ഇന്ന് എത്ര ടോട്ടൽ എനിക്കറിയത്തില്ല, ഏതാണ്ട് 10-42 സഭകളുണ്ടെന്നാണ് എൻ്റെ അറിവ്. അതിലൊരു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നീക്കം ഈ കൺവെൻഷനിലൂടെ എന്തെങ്കിലും ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? അതിനെ ടോമി മാൽക്കരപ്പുറം തേഴ്സ്ഡേയിലെ ഓപ്പണിംഗ് സെറിമണിയിൽ അത് സൂചിപ്പിച്ചു. പക്ഷേ നമ്മുടെ പിതാവ് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. ഇവിടെ നമ്മളുടെ ടൗൺ ഹാൾ മീറ്റിങ്ങിൽ പറഞ്ഞപ്പോൾ
പിതാവ് പറഞ്ഞത്, അവസാനം പിതാവ് പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന്. എന്നാൽ നമ്മളുടെ എന്തെങ്കിലും സംരംഭം വിജയിക്കണമെങ്കിൽ കോട്ടയത്തുള്ള പിതാവ് മുമ്പിൽ നിൽക്കണം. അതായത് റോമിൽ പോയെന്നാൽ നമുക്ക് അവിടെ യാതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിതാവ് മുമ്പിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി വാദിച്ചാൽ മാത്രമേ നന്നാവുള്ളൂ. സീറോ മലബാർ സഭയിൽ നിന്നും വിട്ടു നിൽക്കാതെ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായാൽ അത് നല്ലതാണ്. അത് ദാറ്റ്സ് ദ ബെസ്റ്റ്, ബട്ട് ഐ നെവർ ബിലീവ് ഇറ്റ് വിൽ ഹാപ്പൻ. തീർച്ചയായിട്ടും പലപ്പോഴും വിശ്വാസങ്ങൾക്ക് അതീതമായ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്നും ജോൺ സാറിൻ്റെ ആഗ്രഹവും ആ ആഗ്രഹം തന്നെയാണ് ഈ ക്നാനായ സമുദായത്തിൻ്റെ മുഴുവൻ ആഗ്രഹവുമെന്ന് അത് സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിൽ താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അറ്റ്ലാന്റയിൽ നിന്ന് എത്തിയ ആളുകളാണ്. ഇവിടെ അറ്റ്ലാന്റയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ കുറച്ച് പേരുണ്ട് കൺവെൻഷനിൽ വന്നവരാണ്. നമുക്ക് അവരുടെ പേരും എന്താണ് ഈ കൺവെൻഷനിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്നും കൂടെ ഒന്ന് വിവരിച്ചാൽ കൊള്ളാമായിരുന്നു. എൻ്റെ പേര് ബിന്ദു, ഞാൻ ന്യൂജേഴ്സിയിൽ നിന്നാണ് വന്നത്. നമ്മളിവിടെ കൺവെൻഷൻ വളരെ എൻജോയ് ചെയ്യുന്നു. നമ്മുടെ കസിൻസിനെ ഒത്തിരി ഫ്രണ്ട്സിനെ എല്ലാം മീറ്റ് ചെയ്യുന്നു. എൻ്റെ പേര് ജലീറ്റ, ഞങ്ങൾ ഷിക്കാഗോയിൽ നിന്ന് തന്നെ ഉള്ള ആളാണ്. ഇവിടെ വന്നിട്ട് നല്ലൊരു അനുഭവമാണ്. നമ്മുടെ യാക്കോബ സമുദായത്തിൻ്റെ തിരുമേനിയും അതുപോലെ കാത്തലിക് സമൂഹത്തിൻ്റെ പിതാവും ഉണ്ടായിരുന്നു. അത് ഇറ്റ് വാസ് എ ഹൈലൈറ്റ് ഓഫ് ദ കൺവെൻഷൻ. ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടാണ് തന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒത്തിരി കസിൻസിനെയും ലാർജർ ഫാമിലിയെ കാണാൻ സാധിച്ചു. ഐ തിങ്ക് ദ കമ്മിറ്റി ഡിഡ് എ വണ്ടർഫുൾ ജോബ്. ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ. താങ്ക് യു. അടുത്തതായിട്ട് KCS ഷിക്കാഗോയുടെ വൈസ് പ്രസിഡൻ്റായ ജസ്മോൻ്റെ വൈഫാണ് നമ്മുടെ കൂടെയുള്ളത്. അവർ നമുക്കറിയാം ഈ കൺവെൻഷന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരാളാണ്. ദ ലേഡി ബിഹൈൻഡ് ദ മാൻ. സോ ലെറ്റ് മീ ഗിവ് ഇറ്റ് ടു നിഷ. ഞാൻ നിഷ പുറമടത്തിൽ. ഞാൻ ഷിക്കാഗോയിൽ നിന്നാണ്. ഇവിടെ ഞങ്ങൾ 1 വർഷമായി ഈ കൺവെൻഷന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇതുവരെ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. പല സ്റ്റേറ്റിൽ നിന്നുള്ള ഒത്തിരി മനുഷ്യർ ഇവിടെയുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും ഓർമ്മകൾ പുതുക്കാനും കസിൻസ് തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള അവസരമാണ്. ഇതിൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. നിങ്ങൾ വളരെയധികം എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നല്ലോ ഈ കൺവെൻഷന്. ആളുകൾക്ക് ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഈ സോഫാർ നമ്മുടെ കൺവെൻഷൻ ഓൾമോസ്റ്റ് കഴിയാറായിരിക്കുകയാണ്. ഇന്നത്തെ ലാസ്റ്റ് ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് കഴിയും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആ പ്ലാൻ ചെയ്ത അനുസരിച്ച് കൺവെൻഷൻ സോഫാർ പോയി എന്ന് തോന്നുന്നുണ്ടോ? സോഫാർ എല്ലാം നല്ലതായിട്ട് തന്നെ പോകുന്നു. എല്ലാം എക്സ്പെക്റ്റേഷൻ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നുള്ള ഒരു സങ്കടമേ ഉള്ളൂ. യു ഗൈസ് ഡിഡ് എ ഗുഡ് ജോബ്. ഇവിടെ നമുക്കൊരു നല്ല സുന്ദരിയായ അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ ആദ്യമായിട്ടാണോ ഈ കൺവെൻഷന് കൂടുന്നത്? അമ്മച്ചി എല്ലാ കൺവെൻഷനും പോയിട്ടുണ്ട്. അമ്മച്ചിക്ക് മറ്റുള്ള കൺവെൻഷനുകളിൽ നിന്ന് ഈ കൺവെൻഷൻ എന്താണ് ഒരു വ്യത്യസ്തത തോന്നുന്നത്? ഒത്തിരി നല്ലതാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത്രയധികം ആൾക്കാർ കൂടിയിട്ട് അമ്മച്ചിക്ക് എന്താണ് തോന്നുന്നത്? അമ്മച്ചി ആദ്യമായിട്ടാണ് ഇത്രയൊരു വലിയൊരു ക്നാനായ കൺവെൻഷൻ കാണുന്നത്? അതെ, ഈ പ്രാവശ്യമാണ് നല്ല ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ കൂടിയതേ. എനിക്ക് എല്ലാം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. അമ്മച്ചി, എനിക്ക് തീർച്ചയായിട്ടും അമ്മച്ചിയുടെ മകൻ ഇതിൻ്റെ ഒരു ഭാഗമായതിൽ അമ്മച്ചിക്ക് അഭിമാനം ഉണ്ടായിരിക്കും അല്ലേ? അഭിമാനമുണ്ട്. എല്ലാം ശരിക്കും നടത്തിയതിന് എനിക്ക് ഏറ്റവും വലിയ അഭിമാനമുണ്ട്. താങ്ക് യു അമ്മച്ചി. അതുപോലെ നമുക്ക് ഇവിടെ കുറച്ച് അറ്റ്ലാന്റയിൽ നിന്ന് വന്നിരിക്കുന്നവരും ഉണ്ട്. അറ്റ്ലാന്റയിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട് ഈ കൺവെൻഷൻ സോഫാർ എങ്ങനെ പോകുന്നു? ഈ പ്ലേസിനെ പറ്റി, ഈ മക്കോമിക് പ്ലേസിനെ പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ റീന വാലച്ചിറ അറ്റ്ലാന്റയിൽ നിന്നാണ്. ഈ പ്ലേസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഒരു പ്ലേസ് ഞാൻ ഇതിനു മുമ്പ് 25 വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ഇതാദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരിത്. അതുപോലെ ചേട്ടൻ്റെ പേരെന്താണ്? ചേട്ടൻ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ KCAG അറ്റ്ലാന്റ യൂണിറ്റിൽ നിന്നും ചിക്കാഗോയിൽ വന്നതാണ് കൺവെൻഷൻ കൂടാൻ. KCAG സംഘടിപ്പിച്ച 11ാമത് കൺവെൻഷൻ വളരെ ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ഒരു ജ്ഞാനായ ആൾക്കാരുടെ ഒരു ജനപ്രളയം തന്നെ ഇവിടെയുണ്ട്. അതുകൂടാതെ തന്നെ ആദ്യം നമ്മുടെ മാക്കിൽ പിതാവ് കുർബാനയോടുകൂടിയുള്ള പ്രസംഗത്തിൽ നമുക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളും എന്നുള്ളത് വളരെ ഉത്തേജകജനമായ വളരെ ഉത്തേജനകമായിരുന്നു.
പിതാവ് നമ്മുടെ കാര്യത്തിന് വേണ്ടി നേതൃത്വം വഹിക്കുകയും അത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതും പ്രതീക്ഷിക്കുന്നു. എല്ലാം കൊണ്ടും എല്ലാ സൗകര്യങ്ങളും കൂടി നല്ലൊരു കൺവെൻഷൻ KCCNA കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അമ്മച്ചി എവിടെ നിന്ന് വന്നിരിക്കുന്നു? ഈ കൺവെൻഷൻ ആദ്യമായിട്ടാണ് അമ്മച്ചി പങ്കെടുക്കുന്നത്? അല്ല, ഞാനിവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കൂടുന്നത്. ആദ്യമായിട്ടല്ല കൺവെൻഷൻ. ഈ സോഫാർ ഈ കൺവെൻഷൻ എങ്ങനെ പോകുന്നത്? ഷിക്കാഗോയിലുള്ളതാണ്. ഡോക്ടർ സണ്ണി, പഴയമ്പള്ളി ഡോക്ടർ സണ്ണിയുടെ അമ്മയാണ്. പിന്നെ എനിക്ക് വലിയ ഒരു അതിശയമായിട്ടാണ് തോന്നുന്നത്. ഒരു ലോകത്തിലെ ഒരു അതിശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 7ാമത്തേത് കഴിഞ്ഞിട്ട് 8ാമത്തെ ഒരു അതിശയം. ഇവിടുത്തെ ഏറ്റവും ഈ ഫുഡ് കൊടുക്കുന്നതിലാണ് ആ കൺട്രികളാണ് എനിക്ക് ഏറ്റവും വലിയ. അമ്മച്ചി ഇവിടെ ഒരു 8ാമത്തെ ലോകത്തിലെ അത്ഭുതം തന്നെയായിട്ടാണ് ഇത് അമ്മച്ചി കാണുന്നത് ഈ കൺവെൻഷൻ. അതായത് വേൾഡിലെ 8th വണ്ടറായിട്ട് അമ്മച്ചി ഈ കൺവെൻഷനെ കാണുന്നു. അത് തന്നെ നമുക്ക് ഈ കൺവെൻഷൻ്റെ വിജയമായിട്ട് കരുതാം. താങ്ക് യു അമ്മച്ചി. അടുത്തായിട്ട് നമുക്ക് യൂത്തിന് എന്താണ് പറയാനുള്ളത്? ലൈക്ക് നിങ്ങൾ കുഞ്ഞു കുട്ടികളുമായിട്ടൊക്കെയാണ് ഈ കൺവെൻഷൻ വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ എൻജോയ് ചെയ്തോ ഈ സോഫാർ? I think it exceeded our expectations. So 3 programs ഉണ്ടായിരുന്നു. So it was great. So you never heard the word boring, I hope? No, never really. It was very enjoyable actually. So I saw you doing the dance and everything. How was the dance program? Do you think the culture program was up to the mark and everything? Definitely. I mean, as I said, it really exceeded our expectations. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പുള്ള കൺവെൻഷനേക്കാളും ഒക്കെ കുറച്ചുകൂടെ ഒരു എനർജിയും enthusiasm ഒക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓവറോൾ നമുക്ക് ഒബാമയൊക്കെ പ്രസംഗിച്ച് ആ സ്റ്റേജിൽ നമുക്ക് പെർഫോം ചെയ്യാം. നമ്മളായ ക്നാനായക്കാർ, കേരളത്തിൽ നിന്ന് ക്നാനായക്കാർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഒരു ഇതായിട്ട് നമുക്ക്. Definitely, yeah. Such a historical place. So thank you very much guys. Thank you. അടുത്തായിട്ട് നമുക്ക് IKCC പ്രസിഡൻ്റായ ശ്രീമതി കുഞ്ഞുമോൾ വടക്കേടമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേച്ചിക്ക് എന്താണ് നമ്മുടെ ഈ കൺവെൻഷനെ കുറിച്ച് പറയാനുള്ളത്? എന്തെങ്കിലും വീക്ക് പോയിന്റ് ഉണ്ടോ? അതാ എങ്ങനെയൊക്കെ ഇതിനെ മെച്ചമാക്കാം എന്നുള്ളത് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് കുഞ്ഞുമോൾ വടക്കേടം. ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്നാണ് വരുന്നത്. IKCCയുടെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ അവിടുന്ന് 220 ഫാമിലി ആയിട്ടാണ് വന്നത്. ഞങ്ങൾ വളരെയധികം സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് 6000 പേരിൽ കവിഞ്ഞ ഒരു കൺവെൻഷൻ നടക്കുന്നത്. ഞങ്ങൾക്ക് ഈ സെൻറ്റർ, മക്കോർമിക് സെൻറ്റർ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാ കൺവെൻഷനും വളരെ നെഗറ്റീവ് പോയിൻറ്റും പോസിറ്റീവ് പോയിൻറ്റും ഉണ്ടായിരിക്കും. അത് ഞങ്ങൾ അടുത്ത കൺവെൻഷനിൽ കറക്റ്റ് ചെയ്യും. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. പക്ഷേ എല്ലാം കൊണ്ടും വളരെ നന്നായിരുന്നു. ഞങ്ങൾ റിയലി എൻജോയ് ചെയ്തു. ഇനി റോസമ്മയുടെ കൊടുക്കാം. എൻ്റെ റോസമ്മ മൈക്കുഴിയൽ. ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്നാണ്. 11ാമത്തെ കൺവെൻഷനിൽ മക്കോർമിയിലേക്ക് ഞങ്ങൾ വന്നു. ചിക്കാഗോ നല്ല ബ്യൂട്ടിഫുൾ സെൻറ്ററിൽ ടൗണിൽ ഞങ്ങൾ വന്നു ചേർന്നു. ഞങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാ കൺവെൻഷനും ഭംഗിയായിട്ട് നടന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് ഞങ്ങളുടെ ആദ്യത്തെ വുമൻസ് പ്രസിഡൻറ്റ് കുഞ്ഞോൾ വടക്കേടത്തോടുകൂടി ഞങ്ങൾ വലിയൊരു ടീമുമായിട്ടാണ് ന്യൂയോർക്കിൽ നിന്ന് ചിക്കാഗോയിലേക്ക് വന്നത്. ഞങ്ങളുടെ കൾച്ചർ പ്രോഗ്രാമിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഫസ്റ്റ് മേടിച്ച് ഞങ്ങൾ ഒത്തിരി നമ്മുടെ അവറാച്ചം പുതിയെടുത്തുചേരലിൻ്റെ കൊറിയോഗ്രാഫി കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചു. എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ചാക്കോച്ചൻ മൈക്കുഴിയിലുണ്ട് ന്യൂയോർക്കിൽ നിന്ന്. ഞാൻ ചാക്കോച്ചൻ്റെയിലേക്ക് മൈക്ക് കൊടുക്കുവാണ്. ഈ കൺവെൻഷൻ ക്നാനായ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ തങ്ക ലിപികളിൽ എഴുതപ്പെടേണ്ട ഒന്നാണ്. അത്രമാത്രം തയ്യാറെടുപ്പ് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഒരു കൺവെൻഷനാണിത്. ഇതിൽ ഞങ്ങളുടെ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും പഴയ ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കുവാനും ഞങ്ങൾ സഹായിച്ചു. കൺവെൻഷൻ ഭാരവാഹികൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നിങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? അത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ. ഇത്രത്തോളം വലിയൊരു, നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു വെറൈറ്റി തീമായിരുന്നു നിങ്ങളുടെ. അത് എത്രത്തോളം അതിൻ്റെ ഹാർഡ് വർക്ക് എങ്ങനെയൊക്കെയായിരുന്നു? ഞങ്ങൾ അവറാച്ചൻ പുതിയെടുത്തുശ്ശേരിയാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി കംപ്ലീറ്റ് എല്ലാം ചെയ്തതും കഥ എഴുതിയതും സ്റ്റേജ് ഉണ്ടാക്കിയതും ഞങ്ങളെ അഭിനയിച്ച് പഠിപ്പിച്ചതും എല്ലാം അവറാച്ചനാണ്. ഞങ്ങൾക്ക് അവറാച്ചനോട് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ട് അവതരിപ്പിച്ചു. അത് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞു കേരളത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയ പോലെ തന്നെ തോന്നി. അതിൽ ഞങ്ങൾ വളരെ പ്രൗഡാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി. പിന്നെ എല്ലാവരുടെയും കൾച്ചറൽ പ്രോഗ്രാം വളരെ നല്ലതായിരുന്നു. എല്ലാവരും വർക്ക് ഹാർഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഈ ചിക്കാഗോയുടെ നഗ്നാനക്കാരുടെ ഈറ്റില്ലമായ ചിക്കാഗോയിൽ തന്നെ ഞങ്ങൾക്കിത് അവതരിപ്പിക്കാൻ പറ്റിയതിൽ അവരുടെ ഭാരവാഹികളോടും ഈ കൺവെൻഷൻ സംഘടിപ്പിച്ച എല്ലാവരോടും പ്രത്യേകിച്ച് ജോർജ് തോട്ടപ്പുറത്തിനോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. താങ്ക് യു വെരി മച്ച് ചേച്ചി.
ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് എ ജി അഗസ്റ്റ്യൻ, കരിങ്കുന്നം സെൻറ്റ് അഗസ്റ്റ്യൻ ഹയർ സ്കൂളിലെ അധ്യാപകനാണ്. ഞാൻ ചുങ്കം പുറവന പ്രസിഡന്റ് 2 വട്ടം വരുന്നു. കണ്ണമ്പള്ളിയൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് പ്രവർത്തിച്ചിട്ടാണ്. KCOLൻ്റെ രൂപത ഡയറക്ടറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പം ഇമിഗ്രൻ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് കൺവെൻഷന്. പക്ഷേ അതിനൊക്കെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഒരു കൺവെൻഷൻ ഹാളായിട്ട് എനിക്കിത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് വളരെ നല്ല രീതിയിലുള്ള അക്കോമഡേഷന്, അതുപോലെ തന്നെ ഏറ്റവും നല്ല ഓഡിറ്റോറിയം. എൻ്റെ സ്റ്റേഡിയം വളരെ മനോഹരമായിരിക്കുന്നു. കാരണം നമ്മൾ ഓപ്പൺ എയറിൽ തന്നെ പോകാതെ തന്നെ എല്ലാ കാര്യങ്ങളും നടത്താനായിട്ട് കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായ സ്റ്റേഡിയത്തിൽ പ്രോഗ്രാം എല്ലാം നടക്കുന്നത് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മേനെ 85 വയസ്സായ അമ്മേനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മേനെ വീൽ ചെയർ ഇതെല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നു. നമ്മുടെ വീട്ടിൽ നമ്മുടെ ആൾക്കാരെ ഈ അമേരിക്കയിലുള്ള സർവ്വ ആളുകളെ കാണാനുള്ളൊരു അവസരം, അത് വളരെ നല്ല കാര്യമായിട്ട് ഞാൻ കാര്യമാണ്. ഓടി വന്ന് എല്ലാവരും നമ്മുടെ പഴയ ആൾക്കാരെ കാണാൻ വർഷങ്ങൾക്ക് ശേഷമാണ് സഹപാഠികളൊക്കെ ഒന്ന് കാണാൻ കഴിയുന്നത്. 10-30 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ സഹപാഠികളെ ഓരോരുത്തർക്ക് കാണാൻ കഴിയുന്നത്. അതിനൊക്കെ തന്നെ എൻ്റെ ഒരു നേട്ടമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഓർഗനൈസ്ഡാണ്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നു. ഫുഡിനൊന്നും ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല ഫുഡാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് കപ്പയും മീനും ഒക്കെ നല്ല നാടൻ സ്റ്റൈലിൽ തന്നെ ലഭിച്ചു. ഹോട്ടൽ അക്കോമഡേഷനൊക്കെ ആണെങ്കിലും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ദേ ആർ വെരി ഹാപ്പി. പക്ഷേ പിള്ളേരെ വന്നതിന് ശേഷം ഒന്നിനും കിട്ടിയിട്ടില്ല. ഞാനും ഭാര്യയും മാത്രം ഇങ്ങനെ നടക്കുക. പിള്ളേരെല്ലാം ഓരോ സൈഡിൽ കൂടെ പോയിരിക്കുക. അതാണല്ലോ ഇവിടുത്തെ കൺവെൻഷൻ ഏറ്റവും വലിയ, നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഈ കൺവെൻഷൻ. അവർ സോഫാർ ഐ തിങ്ക് അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എൻ്റെ പേര് ഡോണ പടിക്കപ്പുറം. Donna, wonderful. What you are saying, that's absolutely right. Because my young daughter, she went to the pool yesterday, swimming pool. 3 days back, I missed her. She's here. Sometimes she'll come over and and she's going like that. Okay, they are all enjoying. Kids are enjoying very well. I think they are having the heaven for them. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ മനോഹരമായിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് തോന്നുന്നു. മാതാപിതാക്കളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആളുകളെല്ലാം കാണാനും നമ്മുടെ കൂട്ടായ്മ ഉറപ്പിക്കുന്നതിനും അത് തന്നെ കാണുന്ന ഒരു സന്തോഷമാണ്. നമ്മുടെ കൂട്ടായ്മ എല്ലാവരും കൂടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അമ്മച്ചീനെയൊക്കെ ആണെങ്കിലും ആളുകൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അമ്മച്ചിനി നമ്മുടെ പേരക്കിടാങ്ങളും അതുപോലെ തന്നെ നാട്ടിലുള്ളവരും ചുങ്കം പുറമേലുള്ളവരും ഒക്കെ അങ്ങോട്ട് വന്നേ അമ്മച്ചീനെ ഇപ്പോൾ ചുങ്കം പുറമേൻ്റെ മീറ്റിങ്ങിന് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ആൾക്കാരുടെ സ്നേഹവും സഹപ്രവർത്തനവും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ പല രൂപതയുടെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ കരിങ്കുന്നം സെൻറ്റ് അഗസ്റ്റ്യൻ ഹയർ സ്കൂളിൽ നിന്നും ഇപ്പോൾ വന്നുള്ളൂ. വന്നും പോയി നിൽക്കുകയാണ്. ഭാര്യയും കുഞ്ഞും കൂടി ഇവിടെയാണ്. അങ്ങനെ ഒരു ഞാനിവിടെ അങ്ങോട്ട് സെറ്റിൽ ആകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ കിട്ടുന്ന കാലം സാലറി എനിക്കൊരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപനത്തിൽ അവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മളിന്ന് പഠിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ആൾക്കാരുടെ ഇവിടെ വന്ന് കൂടി ഇവിടെ തന്നെ നല്ല സാലറി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിലുപരിയായിട്ട് ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ എന്നതിൽ എനിക്കിപ്പോൾ ഞാൻ ഒരു പൊങ്ങച്ചം പറയുന്നതല്ല, 70,000 രൂപ അടുത്ത് എനിക്ക് സാലറി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക. ആ പൈസ എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. കാരണം 2 മാസം സൗദിയുടെ ശമ്പളം കിട്ടുന്നു. ഇവിടെയൊക്കെ ഒരു ലീവ് കിട്ടുന്നതിന് ഒത്തിരി പാടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക അപേക്ഷിച്ച് എനിക്ക് നാട് നന്നായിട്ട് തോന്നുന്നു. അതും നാട്ടിലും ആൾക്കാർ വേണമല്ലോ. അപ്പോൾ ചേട്ടൻ സാറിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ എല്ലാ ഇനി ഭാവിയിലേക്ക് കുഞ്ഞുങ്ങളും എല്ലാമായിട്ട് നല്ലൊരു അടുത്ത കൺവെൻഷനുകളെല്ലാം പങ്കെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മോനെ നമ്മുടെ ഫാഷൻ പരേഡ് കേട്ടാൻ ഇപ്പോൾ തന്നെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ ഫാഷൻ പരേഡ് കണ്ടിട്ട് അവരെല്ലാം അടുത്ത പ്രാവശ്യം കയറാനായിട്ട് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർ അതിനോട് ഒരുക്കുകയാണ് ഞാൻ. ഓക്കെ, ദാറ്റ് ഈസ് മൈ അംബിഷൻ നെക്സ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ. നമ്മുടെ ജ്ഞാനായ സമുദായത്തിൽ ഒരു അധ്യാപകനെയാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, താങ്ക് യു സാർ. എൻ്റെ ഇപ്പം നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് സജി പൂത്രക്കയിൽ. അദ്ദേഹം സെൻറ്റ് മേരീസ് ജ്ഞാനായ കാത്തലിക് ഇടവകയുടെ റിലീജിയസ് എഡ്യൂക്കേഷൻ ഡയറക്ടറാണ്, അതായത് പ്രിൻസിപ്പാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നാട്ടിൽ KCOLയിലൂടെയൊക്കെ വളർന്നു വന്ന വ്യക്തിയാണ്. എനിക്ക് തോന്നുന്ന കഴിഞ്ഞ കൺവെൻഷനുകളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ ഈ ഷിക്കാഗോയിലെ ജ്ഞാനായ തറവാട്ടിൽ വെച്ച് നടന്ന 6000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഈ കൺവെൻഷനിലും അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. ഇതിലെ കമ്മിറ്റിയിലെ അംഗമാണ്. എങ്ങനെ പോകുന്നു ഈ കൺവെൻഷൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഇപ്പോൾ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രോഗ്രാമുകൾ ഒന്ന് വിശദീകരിക്കും? കൺവെൻഷൻ ഞാനത് 8ാമത്തെ കൺവെൻഷനാണ് കൂടുന്നത്. പല സ്ഥലങ്ങളിലും ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ കൺവെൻഷൻ സോഫാർ എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നു. ചില പരാതികൾ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നു. ഈ വർഷത്തെ ഒരു പ്രത്യേകത ആയിട്ട് ഞാൻ കാണുന്നത് കൂടുതൽ യുവജനങ്ങൾ നമ്മൾ മുമ്പോട്ട് വന്നിരിക്കുന്നു. ഏകദേശം 1800ഓളം യുവജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ വർഷത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ പല കമ്മിറ്റികളിലും അതുപോലെ പല കാര്യങ്ങളിലും ഇവരെ ഈ കമ്മിറ്റിക്കാരെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ പോകുന്നു ഈ സജ്ജീകരണങ്ങളും അതുപോലെ ഈ കൺവെൻഷൻ്റെ വിജയത്തെക്കുറിച്ച് ഒറ്റ വാക്കിലൊന്നും പറയാം? വിജയം ജനം തന്നെ വിലയിരുത്തട്ടെ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. പൊതുവെ ഫുഡ് സംബന്ധിച്ച് ചില പരാതികളുണ്ടെങ്കിൽ പോലും ആദ്യത്തെ ദിവസം പരാതികളുണ്ടായിരുന്നെങ്കിലും 2ാമത്തെ ദിവസം മുതൽ അത് പരിഹരിച്ചിരുന്നു.
പക്ഷേ ഈ ബിഗ് ഫെസിലിറ്റി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും അതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ആ ക്നാനായ കൂട്ടായ്മയും ഇവിടെ വളരെയധികം ശക്തമായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം 6000-ഓളം ആളുകൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ചില പോരായ്മകൾ ഉണ്ടാകാം, അത് സ്വാഭാവികമെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മനോഹരമായ ഒരു കൺവെൻഷൻ ഇവിടെ പൂർത്തിയാകുവാൻ ഇനിയും ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമാണ് ഉള്ളത്. അതിൽ ഇത്ര സജീവ സാന്നിധ്യവുമായി കടന്നു വന്നിരിക്കുന്ന എല്ലാ കൺവെൻഷൻ അംഗങ്ങളും സന്തോഷവാന്മാരാണ്. ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് രണ്ടുപേർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കുഞ്ചാക്കോ പാപ്പനാണ്. എല്ലാവരും അറിയുന്ന, അമേരിക്കയിലെ മുഴുവൻ ക്നാനായക്കാരും അതിലുപരി മലയാളികളും അറിയപ്പെടുന്ന കുഞ്ചാക്കോ പാപ്പൻ KCS എന്ന സംഘടനയ്ക്ക് ഇവിടെ നേതൃത്വവും തുടക്കവും കുറിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസക്തിയും വളരെ ഏറെ വിലപ്പെട്ടതാണ്. ഈ 11ാമത് കൺവെൻഷൻ ചിക്കാഗോ തറവാട്ടിൽ നടക്കുമ്പോൾ 6000-ഓളം ആളുകൾ പങ്കെടുത്തിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ആളുകളുടെ ഈ സജീവ സാന്നിധ്യത്തെ? എങ്ങനെ അഭിനന്ദിക്കുന്നു? ജനപെരുപ്പത്തിലും ആതിഥേയ പെരുപ്പത്തിലും കൂടാതെ വിശിഷ്ടാതിഥികളുടെ എണ്ണത്തിലും ചരിത്രം സൃഷ്ടിച്ച അതിപ്രധാനമായ ഒരു കൺവെൻഷനാണ് ഇത്. സാഹചര്യങ്ങളും സൗകര്യങ്ങളും എത്രയോ കൂടുതൽ ഇവിടെ. ആളുകൾ വളരെ സന്തോഷപരമായി പല പല പരിപാടികളിൽ വ്യാപൃതരായി ഈ സംഗമം വളരെയേറെ വിജയത്തിലേക്ക് അവസാനിച്ചു വരികയാണ്. അടുത്ത ബാങ്ക്വറ്റിന് എല്ലാവരും ആശങ്കയോടെ ഒരുങ്ങി നിൽക്കുന്നു. അതും പൂർവാധികം വിജയപ്രദമാകുന്ന സജ്ജീകരണങ്ങളാണ് പുറകിൽ നടന്നുകൊണ്ട്. കൺവെൻഷനിൽ സജീവ ചർച്ചകൾ, നമ്മുടെ പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ സജീവ ചർച്ചകൾ നടന്നു. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണത്തക്ക വിധത്തിൽ മുന്നോട്ട് പോവുകയുണ്ടായോ? പല പരിപാടികളും സംസാരത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അത് സങ്കീർണമായ സാഹചര്യമാണ് ഇന്ന് കാനായ സമൂഹത്തിനുള്ളത്. അത് ആത്മായരുടെ നേതൃത്വത്തിലും സഭാ നേതൃത്വത്തിലും സംഘടിച്ച് ഒത്തൊരുമയോട് മുന്നോട്ട് പോയി പല പദ്ധതികൾ പ്രായോഗികമായി ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രതിവിധികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുമെന്ന് തീരുമാനത്തിലും ദൃഢനിശ്ചയത്തിലും മുന്നോട്ട് നീങ്ങുക എന്നുള്ളതേ ഇതിന് പരിഹാരമുള്ളൂ. താങ്ക് യു. എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോ പാപ്പനെ പോലെയുള്ള പഴയ ഈ സമുദായത്തിന് വേണ്ടി പ്രയത്നിച്ച താങ്കളെപ്പോലെയുള്ളവരുടെ പ്രയത്നം ഇനിയും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ വലിയ വഞ്ചി അങ്ങ് അക്കരെ എത്തുകയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയധികം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ഞാൻ ഈ അവസരം എനിക്ക് തന്നതിന് വളരെ നന്ദി ഞാൻ പറയുന്നു. അതോടുകൂടി ദൈവം അനുഗ്രഹിക്കെങ്കിൽ അടുത്ത കൺവെൻഷനും ഞാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. തീർച്ചയായിട്ടും വീണ്ടുമുള്ള വരുന്നകാല കൺവെൻഷനിലെ സജീവ സാന്നിധ്യമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കാം. എവിടെ നിൽക്കാം? നമ്മളോടൊപ്പം ഉള്ളത് KCCN വിമൻസ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റായ മീര ഉറുമ്പത്താണ്. മീര ഇന്നലെ മലയാളി മങ്കയ്ക്കും ആദ്യമായിട്ടാണ് മലയാളി മങ്കൻ ഒക്കെയുള്ള ആ പരിപാടി KCCN ആദ്യമായിട്ടാണ് ഈ കൺവെൻഷന് വന്നിരിക്കുന്നത്. അവർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മീരയ്ക്ക് ഇതിനെ കുറിച്ച്, ഈ കൺവെൻഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. വിമൻസ് ഫോറത്തിൻ്റെ വ്യൂവിൽ വെച്ച് നോക്കുമ്പം ഈ ക്നാനായ കൺവെൻഷൻ
എന്നും ചരിത്രത്തിൻ്റെ ഒരു നല്ലൊരു സംഭവമാണ്. ഇവിടെ വരുന്ന പ്രത്യേകിച്ച് വിമൻസ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും പുതിയ തലമുറയ്ക്കുള്ള ബന്ധങ്ങൾ കണ്ടുപിടിക്കുവാനും ഒക്കെ അവർക്ക് സഹായിക്കുന്നുണ്ട്. ഞങ്ങളൊരു വിമൻസ് ഫോറത്തിന് ഒരു 1 hour ഗെറ്റ് ടുഗദർ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ ഒത്തിരി പേർക്ക് സഹായിച്ചു. പിന്നെ പഴയ കൂട്ടുകാരെ കാണാനും പഴയ പരിചയം പുതുക്കുവാനും ഒക്കെ സഹായിച്ചു. ഞങ്ങളുടെ മങ്ക മന്നൻ പ്രോഗ്രാം വളരെ സക്സസ്ഫുള്ളായിരുന്നു. അതിന് വിമൻസ് ഫോറം എല്ലാവരും ഒരുമിച്ച് നല്ലതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങളതനുസരിച്ച് ഞങ്ങളൊരു കുക്ക് ബുക്ക് റിലീസ് ചെയ്തു. വിമൻസ് ഫോറത്തിൻ്റെ ആദ്യമായിട്ട് ഒരു ക്നാനായ കുക്ക് ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്നാനായ ആൾക്കാരുടെ എല്ലാവരുടെ റെസിപ്പി കളക്ട് ചെയ്ത് റിസീവ് ചെയ്ത ഒരു കുക്ക് ബുക്കാണ്. അതിന് എല്ലാവർക്കും താങ്ക് യു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം, ഒരു കുക്ക് ബുക്ക്, നമ്മുടെ ക്നാനായ കുക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ, അതായത് വളരെ ഒരുപാട് എല്ലാവരും ക്നാനായക്കാരാണ് അതിനകത്ത് റെസിപ്പി ഉള്ളത്. ആദ്യമായിട്ടാണ് ഈ വമൺസ് ഫോർ, അതിനെ ഞാൻ പ്രത്യേകമായി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി നമ്മളോടൊപ്പം ഉള്ളത്, നിങ്ങളുടെ പേര്, എവിടെ നിന്ന് വരുന്നു, നാട്ടിലെവിടെയാണ്, ഈ കൺവെൻഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് പറയും. എൻ്റെ പേര് ബിന്ദു വെളിയന്തറയിൽ. ഞാനിവിടെ ന്യൂയോർക്കിൽ റോക്ക്ലൻഡ് കൗണ്ടിയിൽ താമസിക്കുന്നു. നാട്ടിൽ കോട്ടയത്ത് നീർക്കാടാണ് എൻ്റെ വീട്. കൺവെൻഷൻ പൊതുവേ വലിയ കുഴപ്പമില്ലായിരുന്നു. ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. അതുതന്നെ ഒരു നല്ല കാര്യമാണ്. പിന്നെ ഫുഡ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ നല്ലതായിരുന്നു. താങ്ക് യു. അപ്പം വീക്ക്നെസ് ആയിട്ട് തോന്നുന്നത് ഫുഡാണോ ഒരു വീക്ക്നെസ് ആയിട്ട് തോന്നുന്നത്? മറ്റെന്തെങ്കിലും ഈ KCCNAക്ക് ഇതിനകത്ത് നിന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സജഷൻസ്? കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നതിന് നമുക്ക് കുറച്ചുകൂടി ഒരു ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം യങ് ആയിട്ടുള്ള പിള്ളേർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്താണ് ഇവിടെ പരിപാടികൾ ചെയ്യാൻ വന്നത്. അപ്പം നെക്സ്റ്റ് ടൈം മേ ബി they can do a better job with that. എന്താണ് വന്നിരിക്കുന്നത്? ഈ കൺവെൻഷൻ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? എൻ്റെ പേര് ഷാരൻ. ആദ്യമായിട്ടാണ് കൺവെൻഷൻ വരുന്നത്. ഇത്രയും 6000 ആളുകളുടെ കൺവെൻഷൻ ഇത്രയും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. പഴയ സുഹൃത്തുക്കളെ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു. പുതിയ ക്നാനായ സുഹൃത്തുക്കളെ കിട്ടി. ഇത് കോർഡിനേറ്റ് ചെയ്ത ടീമിന് കൺഗ്രാജുലേഷൻസ്. അടുത്ത് നമ്മളോടൊപ്പം ഉള്ളത് സെലിൻ മക്കോറയാണ്. നമുക്കറിയാം ശിങ്കാരി മക്കോറ, ചിന്നുതോട്ടം വളരെയധികം ഈ കൺവെൻഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ചിന്നുതോട്ടത്തിൻ്റെ ശിങ്കാരി മക്കോറയുടെയൊക്കെ അമ്മയായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സെലിൻ ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സെലിൻ ചേച്ചിക്ക് പല കൺവെൻഷനുകളും പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ചേച്ചിക്ക് എന്താണ് ഈ കൺവെൻഷനെ കുറിച്ച് അഭിപ്രായം? എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? എനിക്ക് ഈ കൺവെൻഷൻ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായി. കാരണം ആദ്യമായിട്ടാണ് 6000 പേരെയൊക്കെ ഇതുപോലെ സഹകരിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ല കാര്യമാണ്. അമേരിക്ക വന്ന കാലം തൊട്ട് എല്ലാ കൺവെൻഷനും കൂടിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ നമുക്കെല്ലാം ഒന്നും ഈ ചെറിയ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന് സഹകരിക്കണം. ഫുഡിൻ്റെ കാര്യത്തിൽ മുമ്പേ പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊക്കെ അടുത്ത കൺവെൻഷന് നേരെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്കിതിൻ്റെ അകത്തെ ബ്യൂട്ടി പാജൻറ്റ്, മങ്ക മന്നൻ, ആ പരിപാടികളെല്ലാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. യൂത്തിനെ ഒത്തിരി ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓൺ ദ ഹോൾ ഇറ്റ് വാസ് എ റിയൽ നൈസ് തിങ്. ഓക്കെ, താങ്ക് യു സെലിൻ ചേച്ചി. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഗ്രീനൊക്കെ ഇട്ട എന്താ വല്ല കളർ തീം വല്ലതും ഉണ്ടായിരുന്നു എന്ന്? എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ കാനഡ വിൻസർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഡിട്രോയിറ്റ് KCSൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ചേച്ചിക്ക് കൺവെൻഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഫാമിലി എല്ലാം ഉണ്ടോ ഇവിടെ? വളരെയധികം ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റിയോ? എങ്ങനെയാണ്? ഞങ്ങൾ എല്ലാ ഫാമിലി എല്ലാവരും തന്നെ ഉണ്ട്. വളരെ നല്ലതായിരിക്കുന്നു. പക്ഷേ എനിക്കൊന്ന് പറയാനുള്ളത്, നമ്മുടെ യൂത്തിന് under 15 we don't have that much programs for them. യൂത്തിന് വളരെ എൻ്റെ മോനൊക്കെ ആക്ടിവിറ്റീസൊക്കെ വളരെ കുറവായിട്ടാണ് അവർക്കൊക്കെ. സോ അത് കാരണം നെക്സ്റ്റ് കൺവെൻഷന് യൂത്തിന് കുറച്ചുകൂടി പ്രോഗ്രാം ആവശ്യമുണ്ട്. അത് നമ്മൾ നടപ്പാക്കണം. താങ്ക് യു വെരി മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു ചേച്ചി. ഡോണ, നമ്മളിപ്പോൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. അവരുടെയൊക്കെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്കറിയാം ഈ കൺവെൻഷൻ ഒരു വളരെ അത്യന്താപേക്ഷിതവും അതിലുപരി ആളുകൾക്ക് 2 വർഷത്തിലൊരിക്കൽ സംഗമിക്കാനുള്ളൊരു വേദിയുമാണ്. അപ്പോൾ ചിക്കാഗോ തറവാടായ ഇവിടെ വെച്ച് നടക്കുന്ന ഈ കൺവെൻഷനിൽ ആളുകളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അതുപോലെ ഡോണയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പ്ലേസിൽ നമ്മൾക്ക് ഈ
കൺവെൻഷന് പങ്കെടുക്കാൻ പറ്റിയത് തന്നെ നമുക്കൊരു വലിയ ഭാഗ്യമായി. നമ്മുടെ ജ്ഞാനായക്കാരെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും വലിയൊരു കൺവെൻഷൻ സെൻറ്ററിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ നമ്മുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ വളരെയധികം എൻ്റെ തന്നെ പല കസിൻസിനെയും പണ്ട് വർഷങ്ങളായി കാണാത്ത എൻ്റെ കസിൻസിനെയൊക്കെ കാണാനും നമ്മൾ പല ആൾക്കാരെ മീറ്റ് ചെയ്യാനും പറ്റി. അത് തന്നെ വലിയ ഇതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഡോണ പല നിങ്ങളുടെ താമ്പായിൽ നിന്നുള്ള കലാപരിപാടിക്കകത്തും ഒക്കെ പങ്കെടുത്ത വ്യക്തിയാണ്. അപ്പോൾ ആളുകളുടെ സജീവ പാർട്ടിസിപ്പേഷൻ എങ്ങനെ തോന്നുന്നു? പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒരു ചെറിയ സ്ലോ ആയിരുന്നു. എങ്കിലും അവസാന കൺവെൻഷൻ്റെ സമയമായപ്പോഴത്തേക്കും എല്ലാവരും തന്നെ വളരെയധികം ആത്മാർത്ഥമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വളരെയധികം ടൈം സ്പെൻഡ് ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. വീണ്ടും നമ്മുടെ ആളുകളെ കൂടുതൽ പരിചയപ്പെടുത്തണം. അത് താങ്കളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ KVTV ടീം അംഗമായ ഡോണ പടിക്കപ്പറമ്പലിനെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും താങ്ക് യു ഉണ്ട്. എന്നെ KVTVയിലേക്ക് സാജു എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് വാഷിങ്ടൺ ജ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡൻ്റായ ശ്രീ ബിജു തടത്തിപ്പറമ്പിലാണ്. അദ്ദേഹത്തിന് വാഷിങ്ടണിൽ നിന്ന് ഒരുപാട് പേരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ കൺവെൻഷൻ സോഫാർ? നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ മീറ്റ് ചെയ്തു? എന്താണ് സജഷൻസിനെ? എക്സ്പെക്ടേഷൻ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ആദ്യമായിട്ട് വരുന്ന പാർട്ടിസിപ്പൻ്റ് അല്ലെങ്കിൽ രജിസ്ട്രൻസ് അവർക്കൊരു പ്രചോദനം ഈ ഒരു കൺവെൻഷനിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ വാഷിങ്ടൺ യൂണിറ്റിൽ നിന്നാണെങ്കിലും ലാർജ് നമ്പർ ഓഫ് പാക്സസ് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. സോ ഫാർ എല്ലാവരും എവരിബഡി ഈസ് ഹാപ്പി ഫോർ ദാറ്റ് വൺ. നിങ്ങൾക്ക് കൾച്ചറൽ പ്രോഗ്രാമിനൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്ക് പ്രൈസൊക്കെ കിട്ടിയോ? നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ മീറ്റ് ചെയ്തോ? ഒക്കെ എങ്ങനെയായിരുന്നു? കൾച്ചറൽ പ്രോഗ്രാം ഞങ്ങൾക്ക് 15 മിനിറ്റ്സ് ആയിരുന്നു. അതിൽ ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് ഞങ്ങൾ വിൻ ചെയ്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. അത് പ്രസിഡന്റിന് തന്നെ ഒരു കഴിവായിട്ട് ഞാൻ കരുതുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ വെഞ്ചേഴ്സ്. അങ്ങനെയൊന്നുമില്ല. അത് പ്രത്യേകിച്ച് അത് പാർട്ടിസിപ്പൻ്റ് ആയ ആൾക്കാർക്ക് തന്നെയുള്ള ഒരു അർഹതയാണ്. എല്ലാവർക്കും ഇനി ഇതുപോലെയുള്ള കൺവെൻഷനിൽ കൂടുതൽ പ്രോഗ്രാമുമായിട്ട് വരാനൊക്കെ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും കൂടെ ആശംസിക്കുകയും ചെയ്യാണ്. പ്രത്യേകിച്ച് കൺവെൻഷൻ കേസസിനെ എക്സിക്യൂട്ടീവ് ടീംസിനും ഇവിടെ KCSനും എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. 11ാമത് ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 6000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന മനോഹരമായ കൺവെൻഷൻ്റെ അവസാന ദിവസമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷൻ യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിൽ പല ആളുകളുടെയും കരങ്ങളുണ്ട്, സംഘാടകരുണ്ട്. അതിലൊക്കെ ഉപരി സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഇതിൻ്റെ സ്പോൺസേഴ്സായി കടന്നു വന്ന പലരുമുണ്ട്. അതിലെ പ്രധാനികളായ 2 വ്യക്തികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം നിൽക്കുന്നത്. ഹരിത ബിൽഡേഴ്സ്, CJS ഹരിത എന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബിൽഡർമാരിൽ ഒരാളായ മിസ്റ്റർ കുമാർ നമ്മോടൊപ്പം ഉണ്ട്. വില്ലകളിലൂടെയും ഫ്ലാറ്റുകളിലൂടെയും മറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിലൂടെയും തൻ്റെ വൈദഗ്ധ്യം തെളിയിച്ച വ്യക്തി എന്ന നിലയിൽ തന്നെ അദ്ദേഹം ഇന്ന് കേരള സമൂഹത്തിൽ ശ്രദ്ധേയനായിരിക്കുകയാണ്. അദ്ദേഹം അതിലുപരി കേരളത്തിൽ നിന്നുകൊണ്ട് അമേരിക്കയിൽ നടക്കുന്ന ഈ വലിയ മാമാങ്കത്തിൻ്റെ ഒരു സ്പോൺസർ കൂടി ആയതിൽ ആളുകൾ വളരെ ആകാംക്ഷയോടെയാണ് ഈ ബിൽഡേഴ്സിനെക്കുറിച്ച് നോക്കിക്കാണുന്നത്. നിങ്ങളുടെ ബിൽഡേഴ്സിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കുമോ? എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം? എവിടെയൊക്കെയാണ് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ മേഖലകൾ? എന്തൊക്കെ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിശദീകരണം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ? കോട്ടയം ബേസ് ചെയ്താണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ജ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു ഇതിന് പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ കുറേ ക്ലയൻസ് ഉള്ളത് ജ്ഞാനായ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സാണ്. അവരെ ഇവിടെ വന്ന് കാണാൻ സാധിച്ചു. കൂടുതൽ ഇവരുടെ കൂട്ടായ്മയൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ജ്ഞാനായക്കാരിൽ പലർക്കും പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുക എന്ന ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ? അത് അങ്ങനെയാണെന്നും പറയാം. ഇവിടെ എത്തുവാനുള്ള, അതല്ല ഈ കൺവെൻഷനിൽ ഇങ്ങനെ ഒരു സ്പോൺസർ ആകണം എന്ന് താല്പര്യമുണ്ടാകാൻ കാരണം എന്താണ്? ഇത് തന്നെയാണോ ജ്ഞാനായ ആളുകൾ നിങ്ങളോട് സഹകരിക്കുന്നു എന്ന് തന്നെയാണോ? ഞങ്ങളുടെ ക്ലയൻസിൽ ഭൂരിഭാഗവും ജ്ഞാനായക്കാരാണ്. അപ്പോൾ ജ്ഞാനായക്കാരുടെ ഒരു കൺവെൻഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ വലിയ ഗുണം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ വന്നതും. അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുമുണ്ട്. ഒപ്പം ഈ കുമാറിൻ്റെ പിന്നിൽ താങ്ങും തണലുമായി ഒരു യുവ ഹൃദയം, ഒരു യുവ മനസ്സ്, ടെക്നോളജിയിലും ഒക്കെ നൈപുണ്യം നേടിയ ഒരു യുവാവിനെ കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മജു എന്നാണ്. ചെറുപ്പക്കാരനായ അദ്ദേഹം ഇന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കുകയും ഒപ്പം വിവിധ പ്രോജക്റ്റുകളിലെ ഒരു ചാലക ശക്തിയായി നിന്നുകൊണ്ട് കുമാറിന് പിന്തുണ നൽകുന്ന
മജു എന്താണ് ഇവിടെ എത്തിയതിന് പിന്നിലെ ചേതോവികാരവും അതുപോലെ തന്നെ ഇവിടെ ഈ കൺവെൻഷനിൽ താങ്കൾ പങ്കെടുക്കുമ്പോൾ ഈ ആളുകളുടെ നിങ്ങളുടെ സ്പോൺസേഴ്സായി വന്നപ്പോൾ ഈ ആളുകളിൽ നിന്നും ഹൃദ്യമായ ഒരു വരവേൽപ്പ് തന്നെയാണോ ലഭിച്ചത്? അതെ, അത് തന്നെ. ശരിക്കും പറഞ്ഞാൽ സിറ്റി പ്ലാസ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ക്നാനായ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം ഇവിടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് മലയാളം ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ അധികം മലയാളത്തിൽ പറയുന്നില്ല. സോ ഫോർ ദ പീപ്പിൾ ഓഫ് ക്നാനായ കമ്മ്യൂണിറ്റി ആൻഡ് ഫോർ ഓൾ ദ US people, we dedicate the City Plaza, which is coming launched in the Baker Junction YMCA, near YMCA, YWCA, near Kottayam, and it has got 35 amenities, which is the greatest in all the projects of Kottayam. So it's a big project of CGS Harida Homes, which is dedicated to the KCCNA Convention Center. Is this all projects are in flats or is it some villas or any other shopping complex? Can you explain about that? Yeah, we got I mean CGS Harida Homes has got KCCA, the City Plaza as a flat, and we got Richmond Villa as the villas, and Manna Meadows near Perur Junction, Caritas as villas also. You are also a participant of this convention. How do you feel, and what is the did you feel any merits or any other demerits? Can you explain about the merits of this kind of convention? Actually, if I see, like, there is merits and demerits also, but when I speak, it always should be the merits. So I say like, we have a good response from every part of the Knanaya community, and thanks for that. And we need the CG Harida Homes to build up everywhere in US. That's what we. As we all know, this is a large crowd, and there will be some issues or organizational default. That's all human beings are doing some kind of things. But all together, what do you feel? Anyways, I could say that 70% they are done, and there may be a 30% mistakes which can make. Anyways, that's the rule we say when we organize any big function. That's absolutely we have to omit that one. Anyways, thanks for the. Thank you guys. Thank you for spending few minutes with us. Thank you very much. We will keep in touch. Okay. Thanks. Thank you. അടുത്ത നമ്മളുടെ ഡാളസ് കൺവെൻഷൻ ചെയർമായ ജിജു കൊളങ്ങയിലാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്കറിയാം വളരെയധികം മനോഹരമായ ഒരു കൺവെൻഷനായിരുന്നു ഡാളസ് കൺവെൻഷൻ. ഗേലോഡ് ഫാംസിലുള്ള ആ കൺവെൻഷൻ എല്ലാവരും എൻജോയ് ചെയ്തൊരു കൺവെൻഷനാണ്. ജിജു ചേട്ടന് ആ കൺവെൻഷനും ഈ കൺവെൻഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാമോ? കമ്പാരിസനെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് ഈ 11ാമത് കൺവെൻഷൻ്റെ 4ാമത്തെ ദിവസം പര്യവസാനിക്കുമ്പോൾ നല്ല ചില അനുഭവങ്ങളുടെ ഓർമ്മകളുമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പിൻവാങ്ങുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ ഇതുപോലുള്ള കൺവെൻഷനുകളിൽ പങ്കെടുത്തു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ആത്മനിർവൃതി അത് അടുത്ത പ്രാവശ്യത്തെ കൺവെൻഷൻ കൂടാൻ വേണ്ടി കൂടുതൽ വ്യഗ്രത കാണിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഡാലസിലെ കൺവെൻഷനിൽ ഇതുപോലെ നല്ലൊരു ക്രൗഡ്, മോർ ദാൻ 1000 ഫാമിലി ഉൾക്കൊള്ളുന്ന ഒരു ക്രൗഡ് അവിടെയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും വന്നു നല്ല പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കാനും നമ്മുടെ ആധ്യാത്മിക ഗുരുക്കന്മാരും സാമുദായിക നേതാക്കന്മാരും എല്ലാം ഒന്നടങ്കം ഈ സമുദായികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും അതുപോലെ നല്ല ഓർമ്മകളുമായിട്ട് നമുക്ക് പോകാനുള്ള ഒരു സംവിധാനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ജിജു കോങ്ങൻ. ചേട്ടൻ എവിടുന്ന് വരുന്നു, എന്താണ് പേര്, നാട്ടിലെവിടെയാണ്, ഈ കൺവെൻഷനെ കുറിച്ചുള്ള സോഫാർ എങ്ങനെ പോകുന്നു? എൻ്റെ പേര് ആൻ്റണി, ഇല്ലിക്കാട്ടിൽ. ഞാൻ സാനോസെന്നാണ് വരുന്നത്. സാധാരണ എല്ലാ കൺവെൻഷനും കൂടുന്ന ഒരാളാണ് ഞാൻ. അമേരിക്ക വന്നപ്പോൾ തൊട്ട് സോഫർ നല്ല സന്തോഷമായിട്ട് പോകുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ തീരാനുള്ളൂ. ഞങ്ങൾ സാനോസയിൽ നിന്ന് ഈ പ്രാവശ്യം ഒത്തിരി മെമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും പിന്നെയും കണ്ടതിലും ഒത്തിരി സന്തോഷം. ഓൾ ദി ബെസ്റ്റ്.
മിസ്സിസ് കോളങ്ങായിൽ നമ്മളോട് കൂടെ ഉണ്ട്. കൊച്ചുമോൾ ചേച്ചിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത്? കൺവെൻഷനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ ഇന്നലെ നടന്ന ബ്യൂട്ടി പേജൻ്റെ റണ്ണറപ്പായ മകള് വളരെയധികം അവളെ ഫസ്റ്റ് കിട്ടുമെന്ന് തന്നെയായിരുന്നു ഞങ്ങൾക്ക് കരുതിയത്. വളരെ ചെറിയ പോയിന്റോടുകൂടി റണ്ണറപ്പായി പോയി. എങ്കിലും എങ്ങനെയുണ്ടായിരുന്നു അതിനുള്ള പ്രിപ്പറേഷൻസ്, അത് എക്സ്പെക്റ്റേഷൻസ്? കുഞ്ഞുങ്ങളൊക്കെ വളരെ ഹാപ്പിയാണോ അതിനെക്കുറിച്ച്? എല്ലാ വിധത്തിലും നല്ല മനോഹരമായ 4 ദിവസത്തെ ഈ കൺവെൻഷൻ തീരുകയാണല്ലോ എന്നോർക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു സങ്കടം ഉള്ളിലുണ്ട്. ഇനിയും നല്ല കൺവെൻഷനുകൾ ഇതുപോലെ വരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2 വർഷത്തേക്ക് ഇനിയും നമുക്ക് കാത്തിരിക്കാം. പിന്നെ പിള്ളേരുടെ എല്ലാവരും നല്ല ടാലൻ്റാണ്. എല്ലാ വ്യക്തികൾക്കും ഇവിടെ കോമ്പറ്റീഷൻ അഭിനയിച്ച എല്ലാ പിള്ളേർക്കും തന്നെ നല്ല ടാലൻറ്റോടു കൂടിയാണ് അവരെല്ലാം പെർഫോം ചെയ്തത്. എല്ലാവർക്കും ഇതിലേക്ക് എല്ലാവരെയും വീണ്ടും ക്ഷണിക്കുന്നു. ഇന്നലത്തെ മിസ് നമ്മൾ കണ്ടായിരുന്നു. എത്ര വലിയ ഒരു അമേരിക്കൻ പ്രോഗ്രാം പോലെ തന്നെയാണ് നമുക്ക് തോന്നിയത്. നമ്മുടെ കുട്ടികൾ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞുങ്ങളാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ആ പരിപാടി? നമ്മുടെ ക്നാനായ സമുദായം ഇത്രത്തോളം വളർന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മിസ് ക്നാ മത്സരം വളരെ വിജയിച്ച ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഓഡിറ്റോറിയത്തിൽ കണ്ട് ആദ്യത്തെ ഒരു പരിപാടിയാണിത്. വളരെ ഭംഗിയായിരുന്നു. പിള്ളേരുടെ ടാലൻറ്റ് ശരിക്കും നമ്മൾ കണ്ട് ആസ്വദിക്കാൻ പറ്റി. ഇനിയും കൂടുതൽ പിള്ളേരെ ഈ മത്സരത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പേര് ജൂട്സി തെങ്ങന്തറ, കാലിഫോർണിയ എന്ന് വരുന്നു. എവിടെ നിന്നാണ് വരുന്നത്? എന്താണ് പേര്? ഈ കൺവെൻഷൻ സോഫാർ ആദ്യമായിട്ടാണോ ഈ കൺവെൻഷൻ വരുന്നത്? പേര് സ്വീറ്റ, തെങ്ങന്തറ വീട്ടിൽ നിന്ന്. പിന്നെ കാലിഫോർണിയയിൽ നിന്നാണ്. സാനോസ റീജിയൻ ബേക്കേഴ്സ്വിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമായിട്ടല്ല കൺവെൻഷൻ വരുന്നത്, പലവട്ടം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. കൺവെൻഷൻ വളരെ എൻജോയ് ചെയ്യുന്നു. ഒത്തിരി നാളായി കാണാതിരുന്ന ആൾക്കാരെയൊക്കെ കാണാനുള്ളൊരു അവസരം കിട്ടി. പിന്നെ ഈ പ്രോഗ്രാംസൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളും അവർക്കും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. സോ ഫാർ ഇറ്റ്സ് ബീൻ ഗ്രേറ്റ്. ആൻറ്റി എങ്ങനെ ഈ സോഫാർ ഈ കൺവെൻഷൻ എങ്ങനെ പോകുന്നത്? ആൻറ്റിക്ക് എന്തെങ്കിലും സജഷൻസ് ഈ കൺവെൻഷനെ കുറിച്ച് പറയാനുണ്ടോ? ഞാൻ നാട്ടിൽ നിന്ന് 2 ആഴ്ച മുമ്പ് ഇതിനു വേണ്ടി വന്നതാണ്. എനിക്ക് ആദ്യത്തെ ഒരു അനുഭവം, ഇവിടുത്തെ എൻ്റെ ഫസ്റ്റ് കൺവെൻഷൻ ആദ്യമായിട്ടാണ് ഞാനിവിടെ കൂടുന്നത്. ഇത് ഒരു നല്ല അനുഭവമായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. എല്ലാവരുടെയും ഒത്തൊരുമ, വളരെയധികം സന്തോഷത്തിൽ ഇത് തീർന്നു എന്നുള്ളതിലും എനിക്ക് വളരെ അഭിമാനമുണ്ട്. Thank you all, and today is our last day. Hope we're gonna enjoy it tonight. All right, thank you. നമ്മളോടൊപ്പം ഉള്ളത് ജോണി മക്കോറ ചേട്ടനാണ്. ജോണി ചേട്ടൻ ഹൂസ്റ്റണിൽ നിന്നാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ വുമൻസ് ഫോറത്തിന് വേണ്ടിയിട്ട് ചിന്നുതോട്ടം വളരെയധികം ചിക്കാഗോ KCCന് വേണ്ടി വർക്ക് ചെയ്ത ഒരാളാണ്. ചിന്നു തോട്ടത്തിൻ്റെ ഫാദറും കൂടെയാണ് ശ്രീ ജോണി ചേട്ടൻ. ഈ കൺവെൻഷൻ സോഫാർ എങ്ങനെ പോകുന്നു? കുഞ്ഞുങ്ങളുടെയൊക്കെ പരിപാടിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഇതുവരെയുള്ള എല്ലാ കൺവെൻഷനിലും പങ്കെടുത്തതാണ്. അപ്പോൾ ഈ കൺവെൻഷനുള്ള പ്രത്യേകത, യൂത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലുണ്ട്. പിള്ളേർ കൂടുതൽ വരുന്നത് നമുക്കൊരു വലിയ പ്രചോദനം നൽകുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്നലത്തെ ബ്യൂട്ടി പാജൻറ്റും മന്നൻ കോമ്പറ്റീഷനും ഒക്കെ ഒന്നിനൊന്നിന് വളരെ, ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ടാലൻറ്റ് മുഴുവൻ ഇവിടെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രത്യേക ഉത്തേജനം. അതുപോലെ ക്നാനായ കമ്മ്യൂണിറ്റിയിലെ ആചാരങ്ങളും അതനുസരിച്ച് ജീവിക്കാനും പിള്ളേർക്ക് ഒരു ഉത്സാഹം വരുന്നതെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. അടുത്ത കൺവെൻഷൻ ഞങ്ങൾ ഊഷനിൽ നടത്താൻ പ്ലാൻ ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത കൺവെൻഷനിൽ കാണാം. താങ്ക് യു. All the best for the Houston Convention so far. Thank you very much, John Cheta. നമ്മളോടൊപ്പം 2 ക്നാനായ യാക്കോബ സമുദായത്തിൽപ്പെട്ടവരാണ്. അവർ ബോസ്റ്റണിൽ നിന്നാണ് ഈ കൺവെൻഷൻ എത്തിയിരിക്കുന്നത്. നമുക്ക് യാക്കോബ കൺവെൻഷനും ഈ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കാത്തലിക് കൺവെൻഷൻ നിങ്ങൾ കൂടിയിട്ട് എങ്ങനെയാണ്? നിങ്ങളുടെ പേരും നിങ്ങൾ എവിടെ നിന്ന് വന്നതെന്നും ഞങ്ങളോട് പറയുന്നത്. എൻ്റെ പേര് സോമൻ. ഇത് ആലിസ്. ഞങ്ങൾ ബോസ്റ്റണിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 28 വർഷമായിട്ട് ബോസ്റ്റണിൽ താമസിക്കുന്നു. ആദ്യമായിട്ടാണ് ക്നാനായ കാത്തലിക് കൺവെൻഷൻ കൂടുന്നത്. ദിസ് ഇസ് ഗ്രേറ്റ്. ഐ ഹാവ് ടു ടെൽ യു ദിസ് ഗ്രേറ്റ്. നല്ലൊരു അനുഭവം.
ഇത്രയും നാൾ ഇതിന് വരാതിരുന്നത് ഒരു ഭയങ്കര നഷ്ടമായിട്ട് തോന്നുന്നു. ഇത്രയും വലിയൊരു ഗ്യാതറിങ്ങിൽ ചെറിയ അല്പസ്വല്പം പാകപ്പിഴകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ദാറ്റ്സ് വെരി നാച്ചുറൽ. ഇത്രയും വലിയൊരു 6000 പേരൊക്കെ സംബന്ധിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു വലിയ, അതിനകത്ത് ചെറിയ പാകപ്പിഴകളൊക്കെ ഉണ്ടാകാം. ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. അല്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇന്ന് തീർന്നല്ലോ എന്നൊരു വിഷമം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ചേച്ചി കുഞ്ഞുങ്ങളുമായിട്ടൊക്കെയാണോ വന്നിരിക്കുന്നത്? അതോ നിങ്ങൾ? എനിക്ക് 5 പെൺകുട്ടികളാണ്. 4 പേര് ഇവിടെ ഉണ്ട്. കുട്ടികളെല്ലാം അവർക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പോയിരിക്കുന്നു. റിയലി എല്ലാവരും എൻജോയ് ചെയ്ത് ഒത്തിരി നന്ദിയുണ്ട് ഇതിൻ്റെ സംഘാടകർക്ക്. ഇത്രയും ബുദ്ധിമുട്ടി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇത്രയും ആൾക്കാരെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ഒരു കുടക്കീഴിൽ എല്ലാവരെയും കൊണ്ടുവന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ താങ്ക്സ്. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. നിങ്ങൾ ഇന്നലെ യുവാനിയോസ് തിരുമേനി അതുപോലെ മറ്റ് നമ്മുടെ ജ്ഞാനായ മറ്റുള്ള തിരുമേനിമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. യാക്കോബ, നിങ്ങൾ? സന്തോഷം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. കാരണം 2 കൂട്ടരുടെ ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഒത്തിരി സന്തോഷം. ഫാമിലി ഫ്രണ്ടിനെയും കൂടെ പരിചയപ്പെടുത്തിക്കോട്ടെ. നമ്മുടെ ഇന്ത്യൻ. Thank you very much, Samajata. Okay, thank you. Hi, we have some young chicks here from Tampa, Florida. So far, how is the convention going? And do you guys enjoy convention? I enjoyed it really well. It's really fun. Can you please tell the audience what's your name and where are you from? I'm Gemina Pulika and I'm from Tampa. I'm Tessia Cardenishero and I'm also from Tampa. I'm Siona Pulikatotil and I'm also from Tampa. So far, how is the convention going? Do you guys enjoy? Yes, we do. Yeah, it's really exciting and we met a lot of new people. It's really fun and meeting a lot of people. Like, you could, yeah. Did you guys all perform yesterday? Did you win anything? Yeah, we did. Yeah, we got second place for culture program. Yeah, Tampa, yeah. So, did you guys went to the Tampa convention, right? Yeah. I mean, like, so how do you like it here? I mean, like, this is the better convention, or we like Tampa convention. Yeah. What can they make it change? You know, like if they wanted to change something, what they want? I'd say more activities for the kids. Like there's so much walking, so. Yeah, I know. There's like 4 miles every day. All right, thank you guys. Enjoy. Thank you. നമ്മോടൊപ്പം KCCNയുടെ ഈ വർഷത്തെ ഗോൾഡ് സ്പോൺസറായ ട്രൈൻ ബിൽഡേഴ്സ് അവർ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. നമ്മുടെ സേറയാണ്. സേറ ബിലോങ്സ് ടു എ ക്നാനായ ജാക്കബൈറ്റ് ഫാമിലി and she is here for the first time for the Catholic convention. Let me hear from her. I'd like to thank everybody who's invited us here, and we had a wonderful time coming here, and it was a great opportunity. In fact, knowing most of the North American Knanaya people. And I would like to say one thing what I've noticed during this particular convention, that the youth here is so strong and so wonderful. I was amazed to see the talent yesterday for the Mr. Kna and Miss Kna, and I could say that, you know, this is truly a Kna spirit, and people in Kerala should actually watch this, you know, event just to see and just to be inspired how the youth is over here in North America. And I would definitely go back to India and tell people that, you know, for the next convention, everybody should actually come in because it's that worth it. Thank you very much. I think that's a great, you know, like a great opportunity for the kids, for the Indian too, you know. Yeah, that's right. Yeah. So far, you enjoying the convention? Yes, it's wonderful. Absolutely. Looking forward to tonight's banquet. All right. Thank you very much for coming and being a gold sponsor. Thank you. Yeah. നമ്മോടൊപ്പം നമുക്ക് കുറച്ച് അമ്മച്ചിമാരുണ്ട്. നല്ല സുന്ദരി അമ്മച്ചിമാരാണ്. ഇപ്പം നമുക്ക് കേരളത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല കസവ് മുണ്ടുമൊക്കെ കൊടുത്ത് കസവ് നേരിയതൊക്കെ കൊടുത്ത അമ്മച്ചിമാരാണ്. നമുക്ക് അമ്മച്ചിമാരോട് ഈ കൺവെൻഷനെ കുറിച്ച് എങ്ങനെയാണെന്ന് അറിയാം. അമ്മച്ചി എവിടെ നിന്ന് വരുന്നു? ഇവിടെ നാട്ടിൽ നിന്നോ? രണ്ടും പറയാം. അമ്മച്ചി ഇവിടെ എവിടെയാണ്? നാട്ടിലെ ഏത് ഫൊറാനയെന്നാണ്? മടമ്പം പറയാനായിരുന്നു. നാട്ടിലെ മടമ്പം പറയാനെന്ന് വരുന്നു. ഇവിടെ നേപ്പറും ഇല്ല. അമ്മച്ചിയുടെ പേരെന്താണ്? വീട്ടുപേരെന്താണ്? എൻ്റെ പേര് മേരി. വീട്ടുപേര് നന്ദികാട്ട്. അമ്മച്ചി എവിടെ നിന്ന് വരുന്നു? അമ്മച്ചി കൂടല്ലൂര്. ഞാൻ ഇവിടെ താമസിക്കുന്ന ഇവിടെ അടുത്തങ്ങാളാണ്. എനിക്കറിയത്തില്ല വീട്ടുപേരും കരയുന്നു. വീട്ടുപേരെന്താണ്? നിൽക്കുന്നതെന്ന് പറയും. ഫ്ലോറിഡയിൽ നിന്ന് വരികയാണോ അതോ? ഇവിടെ ചിക്കാഗോയിലാണ് താമസിക്കുന്നത്. അമ്മച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് ഏരിയാം ചുമ്മാർ.
കുഴിക്കുന്നേൽ. ഒഴുക്കുന്നേല്. അമ്മച്ചി കൺവെൻഷൻ വന്നിട്ട് ആദ്യമായിട്ടാണ് അമ്മച്ചി കൺവെൻഷൻ? അല്ലല്ല, ഞാനും ഒത്തിരി ഒരു 5-8 അമ്മച്ചിയുടെ 10ാമത്തെ കൺവെൻഷനാണ്. അതായത് 11 കൺവെൻഷനുള്ള അമ്മച്ചി 10ഉം പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? പങ്കെടുത്തിട്ടുണ്ട്. അമ്മച്ചി ഈ കൺവെൻഷനെ കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം? എനിക്ക് നല്ല നല്ല അഭിപ്രായം. എല്ലാവരും ഒന്ന് കൂടി കാണാൻ, ഒത്തിരി പുതുമുഖമൊക്കെ കണ്ട് കാണാൻ, കുറേ വർഷങ്ങൾ കാണാതിരുന്ന ആൾക്കാരെയൊക്കെ കാണാൻ സാധിച്ചു. നല്ലതായിട്ട് തോന്നുന്നു. അമ്മച്ചി എവിടുന്ന് വരുന്നു? നല്ല 2 സാരി അമ്മച്ചിമാരാണ് അടുത്തുള്ളത്. നമുക്ക് എങ്ങനെ അമ്മച്ചിമാരുടെ കാര്യങ്ങൾ? ഞാൻ ഉഴവൂരിന്ന് വരുന്നു. ആദ്യമായിട്ടാണ് ഈ കൺവെൻഷൻ പങ്കെടുത്തത്? എൻ്റെ വീട് ഉഴവൂരും. അല്ലല്ല, 5-6 പ്രാവശ്യം കണ്ടെന്നേ. എങ്ങനെയുണ്ട് മറ്റുള്ള കൺവെൻഷനുമായിട്ട് അമ്മച്ചിക്ക് ഈ കൺവെൻഷൻ ഇഷ്ടപ്പെട്ടോ അതോ? അതുപോലെയൊക്കെ ഇരിക്കണം. പിന്നെ പണ്ട് പഠിച്ചവരെയും ബന്ധക്കാരെയൊക്കെ ഒന്ന് കണ്ടു കേട്ടു, വർത്താനം പറഞ്ഞ്. പേരെന്താണ്? എൻ്റെ പേര് ഗ്രേസി. ഞാൻ കരിങ്ങുന്നത്തുനിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്നിട്ട് 1 മാസമായുള്ളൂ. ആദ്യമായിട്ട് കൺവെൻഷൻ കൂടുകയാണ്. നന്നായിരിക്കുന്നു. എല്ലാവരെയും ഒത്തിരി പേരെ കാണാനും പരിചയപ്പെടാനും പറ്റി. പിള്ളേരുടെ പ്രോഗ്രാമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. കൺവെൻഷനിൽ 60 വയസ്സ്, നിങ്ങൾക്ക് 60 അല്ലെങ്കിൽ 70, അത് കൂടിയേ. അപ്പോൾ 70 വയസ്സിന് മേലുള്ളവർക്ക് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്? നിങ്ങൾ പള്ളി അഡോറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിതാവ് വന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? ഞങ്ങൾക്ക് നല്ലത് തന്നെയല്ല കണ്ടിട്ട്. ഞങ്ങൾക്കൊന്നും ഒരു മോശമായിട്ടൊന്നും പറയാനൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ഒന്നുമില്ല. പോയി അവിടെ നല്ലതായിരുന്നു. കുർബാനയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കൊന്തയൊക്കെ ചൊല്ലി ഞങ്ങളവിടെ കുത്തിയിരുന്നു. അതാണല്ലോ നമുക്ക് പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. നമ്മുടെ ജ്ഞാനായ സമുദായത്തിൻ്റെ ശക്തി തന്നെ ഞങ്ങളെ പോലെയുള്ള അമ്മച്ചിമാരാണ്. അമ്മച്ചിമാരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ സമുദായം ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. എനിവേ നിങ്ങളുടെ പ്രാർത്ഥന തുടർന്നു കൊണ്ടുപോവുക. നമ്മുടെ കൺവെൻഷന് ജ്ഞാനായ സമുദായം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നും വേറൊരു പരിപാടിക്കും പോയില്ല. പള്ളിയിൽ തന്നെ ഇന്നലെ മിനിയാന്നും പള്ളിയിൽ തന്നെ ഇരുന്നു. രാവിലെ വൈകിട്ട് വരെ ആരാധന ഇത് കഴിയുന്നിടം വരെ അവിടെ പള്ളിയിൽ തന്നെ. മറ്റു ഒരു പ്രോഗ്രാമിനും പോകാൻ പറ്റിയില്ല. പോയാൽ അത്ര താല്പര്യപ്പെട്ടില്ല. അതാണ് പള്ളിയിലിരുന്നു. അതായത് കൺവെൻഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഉള്ള ഇതുണ്ട്. പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം, പരിപാടി കാണേണ്ടവർക്ക് കാണാം. അതൊക്കെയാണ് നമ്മുടെ കൺവെൻഷൻ. മധ്യസ്ഥ പ്രാർത്ഥനയും അങ്ങനെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതെനിക്കൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കരുതിയത്. എനിവേ കൺവെൻഷൻ സോഫാർ എല്ലാവരും എൻജോയ് ചെയ്യുന്നെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. 11ാമത് KCCNA കൺവെൻഷനിൽ അതിഥിയായി നമ്മോടൊപ്പം എത്തി നിൽക്കുന്നത് കോട്ടയം അതിരൂപതയുടെ മിഷൻ ലീഗിൻ്റെ ദീർഘകാല പ്രസിഡൻറ്റും ഒപ്പം ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായി സേവനമനുഷ്ഠിച്ച പ്രിയപ്പെട്ട CT ഫിലിപ്പ് സാർ. അദ്ദേഹം ന്യൂയോർക്കിൽ നിന്നും ന്യൂയോർക്കിനെ പ്രതിനിധീകരിച്ചാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ശ്രദ്ധേയമായിരിക്കുന്നു. ഈ കൺവെൻഷനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒപ്പം ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ വലിയ മാമാങ്കത്തെ എങ്ങനെ കാണുന്നു? ഈ കൺവെൻഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു അനുഭവമാണ്. ഈ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ജ്ഞാനായക്കരായ ആളുകളെ ഒരുമിച്ച് കാണുവാനും ദീർഘകാലം പരിചയമുള്ള ആളുകളെയും പഴയ കാലത്ത് പരിചയം ഇപ്പോൾ വിസ്മൃതിയിലായിരിക്കുന്നവരെയും ഒക്കെ ഒരുമിച്ച് കാണുവാനുള്ള ആ ഒരു അവസരം, പരിചയം പുതുക്കാൻ കിട്ടിയ അവസരം വളരെ വലുതാണ്. അതുപോലെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ അമേരിക്കയുടെ സംസ്കാരത്തിലും സാഹചര്യത്തിലും വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടുവാനും പ്രത്യേകിച്ച് യുവജനങ്ങളെ അവർക്ക് വിവിധങ്ങളായ പരിപാടികളിലൂടെ മത്സരങ്ങളിലൂടെ അവരെ ഒരുമിച്ച് ചേർക്കാൻ നമ്മുടെ സംസ്കാരവും സമുദായത്തിൻ്റെ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നിർത്തുവാനും ഒപ്പം തന്നെ അവരുടെ കഴിവുകൾ നമുക്ക് പുറത്ത് കൊണ്ടുവരുവാനും കാണിക്കുവാനും പറ്റുന്ന നിരവധിയായിട്ടുള്ള മത്സരങ്ങളും അവസരങ്ങളും ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സാറ് ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നോർത്ത് അമേരിക്കയുടെ ഈ കൺവെൻഷൻ ആദ്യമായി പങ്കെടുക്കുകയല്ലേ? അതെ, ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുക. ഇവിടുത്തെ ഈ സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ ഈ ക്രമീകരണങ്ങളും ഇതുപോലെ 4 ദിവസം, പലപ്പോഴും കൺവെൻഷനുകൾ ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നാട്ടിലും UK മറ്റ് സ്ഥലങ്ങളിലൊക്കെ. എന്നാൽ അമേരിക്കയിൽ ഇതിലെല്ലാം ഉപരി ഇത് 11ാം തവണയാണ് 4 ദിവസം ആളുകൾ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട്. അതിനെ എങ്ങനെ കാണുന്നു? അതുകൊണ്ട് നമുക്ക് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന് ഉണ്ടായേക്കാവുന്ന ഗുണം എന്താണ്? സമുദായത്തിന് ഗുണമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും സമുദായത്തിൻ്റെ ആ ഒരുമയും ശാക്തീകരണവും നമ്മൾ ഒന്നാണെന്നുള്ള രണ്ടാമതൊരു കാര്യം ഇവിടെ കാണാൻ കഴിയുന്നത് സമുദായത്തിൻ്റെ വികാരം, സാമുദായികമായിട്ടുള്ള ആ വികാരം ആളുകളിൽ ആരിലെങ്കിലും ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ഉണർത്താൻ കൂടി ഈ അവസരം പ്രയോജനപ്രദമാണ്. അതുപോലെ നിലവിലുള്ള പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഉള്ള ആശങ്കകൾ അത് പ്രകടിപ്പിക്കാനുള്ളൊരു വലിയൊരു അവസരവും വേദിയും ഇവിടെ ലഭിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്കറിയാം സാറ് മുസ്ലിം ലീഗിൻ്റെ കാലാകാലങ്ങളിൽ രൂപതാതലത്തിൽ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള നാട്ടിലെ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കും. നാട്ടിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപുഷ്പ മുസ്ലിം ലീഗിലൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ് സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. 9 വർഷക്കാലം ഈ സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കോട്ടയം രൂപതയുടെ മലബാർ മുതൽ ഹൈറേഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുഴുവൻ പള്ളികൾ സന്ദർശിക്കുന്നതിന്, കുട്ടികളെ സംഘടിപ്പിക്കുന്നതിന്, അവർക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടാക്കുന്നതിന്, ഒപ്പം അവരുടെ വ്യക്തിത്വം വളർത്തുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പുകൾ, സെമിനാറുകൾ, ചർച്ചാ ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. തുടർന്നങ്ങോട്ട് ജോലിയുടെ ഭാഗമായി വന്നപ്പോഴും ഇത് ഒരു അനുഭവപാഠമായി കണ്ടുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തന രംഗത്ത് ഞാൻ പ്രവർത്തിച്ചിരുന്നു. കോട്ടയം അതിരൂപതയിലെ ഏറ്റവും വലിയ പൊതുപ്രവർത്തന രംഗമായി വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന അധ്യാപകരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ പ്രസിഡൻ്റായിട്ട് കഴിഞ്ഞ 3 വർഷക്കാലം 3 ടേമിൽ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ രൂപതയിലെ വിവിധ കമ്മിറ്റികളിൽ, നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷനിൽ, അതുപോലെ തന്നെ മതബോധനത്തിന് വേണ്ടിയുള്ള കമ്മീഷനിൽ, അങ്ങനെ നിരവധിയായിട്ടുള്ള സമിതികളിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ 3 വർഷക്കാലം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും പല പരിപാടികൾ ഇവിടെ നടക്കാനുണ്ട്. അതെല്ലാം കണ്ട് ആസ്വദിച്ച് പങ്കെടുക്കാൻ ഉള്ള ആശംസകൾ നേരുന്നു. താങ്ക് യു. കുവൈറ്റിൽ നിന്നും ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക ചിക്കാഗോയിൽ കുടിയേറി പാർത്ത പ്രിയങ്കരനായ തമ്പി നമ്മോടൊപ്പം നിൽക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചറിയാം, ഈ കൺവെൻഷനിലെ താങ്കളുടെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കുക. അനുഭവം ഒരുപാട് ആൾക്കാരെ കാണാനുള്ള സൗകര്യം ഉണ്ടായി. വളരെ നല്ല അനുഭവമാണ്. പക്ഷേ ആദ്യ ഭാഗം ഈ ഭക്ഷണക്രമത്തിലൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതേ ഉള്ളൂ. ആദ്യം 1-2 ദിവസം. അത് കഴിഞ്ഞാൽ എല്ലാം കുഴപ്പമില്ല. ഇപ്പം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നല്ല അഭിപ്രായമാണ്. നമുക്കറിയാം 6000-ലധികം ആളുകൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രമീകരണങ്ങളിലൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കവിഞ്ഞ് പരിഹരിക്കപ്പെട്ടു. അതുതന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ വിജയം. ഈ കൺവെൻഷനിലൂടെ പങ്കെടുത്ത് 4 ദിവസം താമസിച്ച് സമുദായത്തിന് വേണ്ടി നമ്മൾ ഇത്ര സമയം ചെലവഴിച്ച് നമ്മളെല്ലാം ഒരുമയിൽ കടന്നു പോകുന്നത് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുമോ അത് ദോഷകരമായിരിക്കും? തീർച്ചയായിട്ടും ഗുണമേ ചെയ്യുള്ളൂ. നമ്മുടെ സമുദായത്തിൻ്റെ ഐക്യം നിലനിർത്താൻ ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം നിലനിർത്താനും ഒക്കെ വളരെ അത്യാവശ്യമായ കാര്യമായത്. ഇത് ഇനിയും ഇതുപോലുള്ള കൺവെൻഷനുകൾ നടത്തി നമ്മുടെ ആൾക്കാരുടെ ഐക്യവും ഒരുമയും കാത്തു സൂക്ഷിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയധികം ഞങ്ങളോട് സഹകരിച്ച താങ്കൾക്ക് നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു. KCCNA മഹത്തായ കൺവെൻഷനിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പേരും സ്ഥലവും ഒന്ന് പറയൂ. എൻ്റെ പേര് ജിജി പൂതക്കരി. ഞാനിവിടെ ചിക്കാഗോയിലാണ് താമസിക്കുന്നത്. ഈ 6000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചിക്കാഗോ, അതായത് അമേരിക്കയിലെ ക്നാനായ മക്കളുടെ തറവാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സ്ഥലത്ത് നടക്കുന്ന ഈ കൺവെൻഷനിലെ ഇത്രയധികം ജനപങ്കാളിത്തം ഉണ്ടാകുവാൻ ഉള്ള കാരണം എന്താണ്? ക്നാനായ സമുദായത്തിൻ്റെ തറവാട് എന്ന് പറയുന്നത് ചിക്കാഗോയിലാണ് ഒത്തിരി ഏറ്റവും കൂടുതൽ ക്നാനായക്കാർ താമസിക്കുന്നത്. അതുകൊണ്ട് ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ കാണാനൊക്കെ ആയിട്ട് എല്ലാവരും വരുന്നു. പിന്നെ മോർ ഓവർ ഈ മക്കോർമിക് പ്ലേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ചിക്കാഗോസ് മാഗ്നിഫിസൻറ്റ് മൈൽസ്. സോ സ്റ്റേയിങ് ഹിയർ 1 night ഇറ്റ്സ് റിയലി സംതിങ് അതൊരു ഫാക്ടറായിട്ട് എനിക്ക്. ഒരു ദിവസം താമസിച്ചാൽ തന്നെ വളരെ മനോഹരമെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ നമ്മളിവിടെ 4 ദിവസമായി വളരെ മനോഹരമായ ഒരു കൺവെൻഷൻ ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ സെൻറ്ററിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ ആളുകൾ കണ്ടതാണ്. ഈ വർഷം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് നന്ദി പ്രസംഗം അവതരിപ്പിച്ചത്. അതുതന്നെ നമുക്ക് അഭിമാനിക്കാം. അത് ഇപ്പോഴത്തെ പ്രസിഡന്റ് നിന്ന് പ്രസംഗിച്ച വേദിയിൽ തന്നെ നമ്മുടെ കൺവെൻഷൻ നടന്നുവെന്ന്. ഇനിയുള്ള കാലം ഇപ്പോൾ 6000 ആളുകളായി. വീണ്ടും അടുത്ത 2 വർഷം കഴിയുമ്പോൾ വീണ്ടും കൺവെൻഷനുകൾ വരുന്നു. ഇങ്ങനെ ആളുകൾ കൂടി വരുന്നു. ഇത് നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകുമോ അതോ എന്തെങ്കിലും പ്രതികൂലമായി ബാധിക്കുമോ?
ഇത് വളരെ നല്ല കാര്യമാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് എല്ലാ വർഷവും ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് റിയലി ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കനാനായ സമുദായത്തിൻ്റെ എല്ലാ മനുഷ്യരുടെയും ആ സ്പിരിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇതിൽ പങ്കുചേരുന്നത്. താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്ര സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. വീണ്ടും റെസ്റ്റ് ഓഫ് ദ യു ക്യാൻ എൻജോയ് ദ റെസ്റ്റ് ഓഫ് ദ കൺവെൻഷൻ പാർട്ട് ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ക്നാനായ സമുദായ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ കൺവെൻഷൻ എന്ന് പറയുന്നത് വളരെ വികാരനിർഭരവും അതുപോലെ തന്നെ ആവേശം ജനിപ്പിക്കുന്നതുമായ ഒരു കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന അമേരിക്കക്കാർ മാത്രമല്ല, അതിലൊക്കെ ഉപരി ലോകം മുഴുവനുള്ള പ്രതിനിധികൾ അല്ലെങ്കിൽ നേതാക്കന്മാർ, ക്നാനായ സഭാ സമുദായ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനാണ്. ഇവിടെ നമ്മോടൊപ്പം ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് റോമിൽ നിന്നും എൻ്റെ സ്വന്തം ഇടവകക്കാരനായ കുറുമുള്ളൂർ ഇടവകക്കാരനായ തോമസ് മുകേപ്പള്ളിൽ അച്ഛനാണ്. അദ്ദേഹം റോമിൽ പഠിക്കുകയായിരുന്നു. പഠിത്തത്തിന് ശേഷം അമേരിക്ക സന്ദർശിക്കാൻ എത്തിയതാണ്. അച്ഛ, ഈ കൺവെൻഷൻ കണ്ടിട്ട് ആദ്യമായാണ് അച്ഛൻ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് എനിക്ക് തോന്നുന്നു. ഈ കൺവെൻഷൻ കണ്ടിട്ട് ക്നാനായ സമുദായത്തിൻ്റെ ആളുകളുടെ കെട്ടുറപ്പും കൂട്ടായ്മയും എങ്ങനെ വിലയിരുത്തുന്നു? വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തത്. കാരണം വളരെ ഔപചാരികമായിട്ടാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ സാധിച്ചത്. ആദ്യമായിട്ട് പങ്കെടുക്കുമ്പോൾ ഈ കൂട്ടായ്മയും ഐക്യവും ഒക്കെ വളരെയധികം ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് തോന്നുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മ, ക്നാനായ സമുദായത്തിൻ്റെ കൂട്ടായ്മ മുഴുവൻ നമ്മുടെ ഓരോ വ്യക്തികളിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ കൂട്ടായ്മയുടെ മുഴുവൻ പ്രകടനവും ഇവിടെ കണ്ടു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. റോമിൽ അച്ഛൻ ക്നാനായ പരിപാടികളിലും നമ്മുടെ ആളുകളുടെ ഇടയിലൂടെയൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അതും ഇവിടുത്തെ ഈ കൂട്ടായ്മയിൽ അതുപോലെ ഇപ്പോൾ ഇവിടെ 6000-ഓളം ആളുകൾ 4 ദിവസം താമസിച്ച്, കൺവെൻഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഓരോ ദിവസം മാത്രമായിരിക്കുന്നു. അത് തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒന്ന് താരതമ്യപ്പെടണം, ഒന്ന് പറയുമോ? തീർച്ചയായിട്ടും വളരെയധികം വ്യത്യാസം ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് റോമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇറ്റലിയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയാണുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ താമസിക്കുമ്പോൾ ഇവിടെ സ്വന്തമായിട്ട് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ജോലി ഒക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് എടുക്കാവുന്നതുകൊണ്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തെ ലീവ് എടുത്ത് നമുക്കൊരു പ്രോഗ്രാം നടത്താം. എന്നാൽ റോമിൽ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജോലിയുടെ സംബന്ധമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ലീവ് എടുത്തൊരു പ്രോഗ്രാം നടത്തുകയില്ല. എങ്കിൽ പോലും അവിടെ നടക്കുന്ന കൺവെൻഷനുകൾ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നടത്തുന്ന കൺവെൻഷനുകൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് റോമിലുള്ള ആളുകളും പങ്കെടുക്കുക. വീണ്ടും അച്ഛൻ്റെ പഠന ജീവിതത്തിലും മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ഭാഗങ്ങളും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച താങ്കൾക്ക് അച്ഛന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഇവിടെ ഷിക്കാഗോ കൺവെൻഷനിൽ 3 ദിവസം പിന്നിട്ടപ്പോൾ നമ്മുടെ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള വളരെയധികം വ്യക്തികൾ ഈ കൺവെൻഷൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ഇവരോട് ഈ കൺവെൻഷൻ്റെ എങ്ങനെയായിരുന്നു ഈ കൺവെൻഷൻ, ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടോ, ഇനിയും ഇതുപോലുള്ള കൺവെൻഷനുകൾ വരുമ്പോൾ അവർ എത്രമാത്രം ഇതിനോട് സഹകരിക്കുമെന്ന് നമുക്ക് ചോദിക്കാം. ഇവിടെ സീനിയർ സിറ്റിസൻ്റെ ആൾക്കാർക്ക് മുഴുവൻ വളരെയധികം സന്തോഷമുണ്ടായി. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൻ്റെ ഒരു ഫോറം ഇവിടെ രൂപീകരിക്കാൻ സാധിച്ചു. അത് മുമ്പോട്ട് സീനിയേഴ്സിനെല്ലാം കൂടെ വന്ന് KCCNയുടെ അംഗീകാരമൊക്കെ മേടിച്ച് സീനിയേഴ്സിന് ഒരു പ്രത്യേക വിഭാഗമായിട്ട് മുന്നേറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് സാധിക്കാൻ ഈ കൺവെൻഷൻ ഉപകരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മച്ചിക്ക് ഈ 3 ദിവസം പിന്നിട്ടപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഈ 3 ദിവസത്തെ കൺവെൻഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? എനിക്ക് പരിപാടികളെല്ലാം ഇഷ്ടപ്പെട്ടു. അതായത് സ്റ്റേജിൽ നടന്ന കൾച്ചർ പ്രോഗ്രാം, എൻ്റർടൈൻമെൻറ്റ് എല്ലാം നല്ലത് തന്നെയായിരുന്നു. പിന്നെ ഇഷ്ടപ്പെടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കൾച്ചർ പ്രോഗ്രാമിനകത്ത് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാതെയില്ല. കൾച്ചർ പ്രോഗ്രാം അല്ല, മറ്റ് സംവിധാനങ്ങളിൽ ഈ 4 എന്തെങ്കിലും ഇതിലും മെച്ചമാക്കാമായിരുന്നു എന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? അങ്ങനെ അമ്മച്ചിക്ക് പറയാനായിട്ട് എന്തോ ഒരു സന്ദേഹമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെയുള്ള അതായത് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഇതുപോലുള്ള സീനിയർ സിറ്റിസൺസ് മറ്റുള്ളവർ ക്നാനായക്കാരായ ബന്ധുക്കൾ, വീട്ടുകാർ, കുടുംബക്കാരും ഒക്കെ ആയിട്ട് കാണാനും കണ്ടുമുട്ടാനും അവരൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കാനും കഴിഞ്ഞത് ഒരു വിലയേറിയ നിമിഷങ്ങളാണ്. പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാനും പിന്നെ ബന്ധവും സ്വന്തമൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്കൊന്ന് പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. ഇനിയും ഇതുപോലുള്ള കൺവെൻഷനുകൾ വന്നാൽ അതിൽ പങ്കെടുക്കാനായിട്ടുള്ള താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് 60 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എൻ്റെ കൂടെ പഠിച്ച പലരെയും ഇവിടെ വെച്ച് കാണാനും ആ സ്നേഹം പുതുക്കാനും ഒക്കെ സാധിച്ചു. എന്തായാലും ഇതിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. നന്ദി.
നമ്മുടെ മുൻ KCCൻ്റെ പ്രസിഡന്റ് അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, ഇപ്പോഴത്തെ DKCCയുടെ ചെയർമാൻ കൂടിയാണ്. ഈ കൺവെൻഷനിൽ, അതായത് കഴിഞ്ഞ 3 ദിവസമായി നമ്മളിപ്പോൾ കൺവെൻഷൻ്റെ സമാപന സമ്മേളനത്തിലൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് നടന്ന ഈ സമ്മേളനത്തിൽ താങ്കൾ കണ്ടിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നിമിഷങ്ങൾ ഏതൊക്കെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൺവെൻഷൻ ഇതുപോലൊരു ഫെസിലിറ്റിയിൽ ക്നാനായ കമ്മ്യൂണിറ്റിക്ക് നടത്താൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ നേട്ടമായി തന്നെ ഞാൻ കരുതുകയാണ്. കാരണം വേറൊരു മലയാളി കമ്മ്യൂണിറ്റിക്കും ഇതുപോലൊരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ദ ഫെസിലിറ്റി ആസ് സച്ച് ഈസ് ആക്ച്വലി റിയലി ഗുഡ്. പിന്നെ ധാരാളം ആൾക്കാരുള്ളതുകൊണ്ട് ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ നേട്ടമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. കാരണം എനിക്കൊരു പ്രോഗ്രാമിൽ പോലും കയറാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇരുന്ന് 12-16 മണിക്കൂർ ഒരു ദിവസം ആൾക്കാരെ കാണാനുള്ളൊരു അവസരമായിട്ട് തന്നെ ഞാനത് ഉപയോഗിച്ചു. അപ്പോൾ അത് എപ്പോഴും അതൊരു ക്നാനായ കൺവെൻഷൻ്റെ പ്രത്യേകതയും ഒരു വളരെ നല്ല പോസിറ്റീവുമാണ്. ഇതാണ് ഞാൻ മെയിനായിട്ട് കാണുന്നത്. പിന്നെയുള്ളത് നമ്മളുടെ കോട്ടയത്ത് നിന്നുള്ള ബിഷപ്പിന് വരാൻ സാധിച്ചു എന്നുള്ളതും ഒരു വലിയ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. അതായത് കഴിഞ്ഞ 3 ദിവസമായിട്ട് നടന്നിട്ടുള്ള ഈ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യലൈസേഷൻ, അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ബന്ധുക്കളെയും മറ്റ് ക്നാനായക്കാരെയും കണ്ടുമുട്ടുകയും അവരുമായിട്ട് സംവദിക്കുകയും അവരുമായിട്ട് സമയം ചെലവഴിക്കുകയും ചെയ്തത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. പക്ഷേ ഈ കൺവെൻഷൻ നമ്മളിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇത്രയധികം ഏകദേശം 6000 പേര് പങ്കെടുത്തൊരു കൺവെൻഷനാണല്ലോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇതിനേക്കാൾ മെച്ചമാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ നമുക്ക് മെച്ചമാക്കാമായിരുന്നു അഭിപ്രായമുണ്ടാവും? തീർച്ചയായിട്ടും നമ്മൾ ഏത് കൺവെൻഷൻ നോക്കിയാലും എല്ലാ കൺവെൻഷനിലും കുറവുകളുമുണ്ട്, കൂടുതലുകളുമുണ്ട്. ഇപ്പോൾ ഈ കൺവെൻഷനിലും ചില കുറവുകളുണ്ടെന്ന് ഡെഫിനറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്ന് ഒരു നല്ല പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആദ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പലതും കുറച്ച് ലേറ്റായി പോകാൻ പറ്റിയത്. പക്ഷേ അതൊക്കെ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അത് കുറച്ചുകൂടി ഒരു പക്ഷേ നന്നായിട്ട് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ വേറൊന്നെന്നുള്ളത് ഫുഡാണ്. ഫുഡിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു സാധാരണ ഒരു കേറ്ററിംഗ് ഓർഗനൈസേഷനോ ഒരു റെസ്റ്റോറൻറ്റിനോ ഒന്നും ഒരു 4500-5000 പേർക്ക് ഒരു ദിവസം 3 മീൽ വീതം ചെയ്യുവാനുള്ളൊരു ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള കേറ്ററിംഗ്കാരുടെ ഫുഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫഷണലായിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യാൻ, ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസി ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പ്ലസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ $2-3 അഡീഷണൽ ഫുഡിനായാൽ പോലും ആ ഫുഡ് സെർവ് ചെയ്യുന്നതിലുള്ളൊരു പ്രൊഫഷണലിസം നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം അത് ഇതുപോലെയുള്ള വലിയ കൺവെൻഷൻ സെൻറ്ററുകളിൽ കൺവെൻഷൻ പോലെയുള്ള പരിപാടികൾ നടത്തി ഫുഡ് സെർവ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള എക്സ്റ്റേണൽ ഏജൻസീസിനെ ഏൽപ്പിക്കുന്നതായിരിക്കും ഉത്തമം. അതിനൊരു എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പക്ഷേ പലരും പറയുന്നൊരു കാര്യമാണ് ഓർലാൻഡോയിലെ ഫുഡ് നല്ലതായിരുന്നു എന്ന്. പക്ഷേ ആ ഫുഡിൻ്റെ നല്ലതാകാനുള്ള കാരണം ആ ഫുഡ് സെർവ് ചെയ്ത ലോജിസ്റ്റിക്സിലുള്ള ഇമ്പ്രൂവ്മെൻ്റാണ്. ആ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണലി കൊടുത്തതാണ്. അത് പക്ഷേ അതിൻ്റേതായ കോസ്റ്റ് ഉണ്ടായിരുന്നു. പലരും ഒരുപക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അന്ന് KCCനെ കുറേ സബ്സിഡൈസ് ചെയ്തത്. പക്ഷേ ആ ഒരു അപ്രോച്ച് ഇനി ഫ്യൂച്ചറിലേക്ക് എടുക്കുകയായിരിക്കും ഒരുപക്ഷെ ഫുഡ് സെർവിങ്ങിന് നല്ലത്. എസ്പെഷ്യലി നമ്മുടെ കൺവെൻഷൻസ് വളരെ ലാർജ് ആകും. ഇപ്പോൾ ഡാളസിൽ ഒരു ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ. ഇവിടെ ഇപ്പോൾ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിനോ ഒരു കേറ്ററിംഗ് ഏജൻസിക്കോ വിട്ടുകൊടുക്കാതെ ഒരു പ്രൊഫഷണലി ഫുഡ് ലോജിസ്റ്റിക്സ് അറിയാവുന്ന ഒരു കമ്പനിക്ക് സെർവിങ് വിട്ടുകൊടുത്തുകൊണ്ട് കുക്സിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്, ഇന്ത്യൻ ഫുഡ് ഏത് തരത്തിലുള്ള ഫുഡ് ഒരുപക്ഷെ ലഭിക്കാൻ സാധിച്ചേക്കും. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇതിൽ നടന്നതിൽ ഒരു ചെറിയ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സിലും അതിൻ്റെ സമയത്തും അതിൻ്റെ ലഭ്യതയിലും ആൾക്കാർക്ക് ചെറിയ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. എന്നാൽ ഇതിലൊക്കെ ഉപരി ഇത്രയും വലിയൊരു ആഘോഷം, ഇത്രയും വലിയൊരു കൂട്ടായ്മ നടക്കുമ്പോൾ ചില കംപ്ലയിൻറ്റ്സ് ഒക്കെ സാധാരണമാണ് എന്ന് നമുക്ക് തന്നെ അറിയാം. അതായത് നമ്മൾ സോഷ്യലൈസേഷനെ പറ്റി പറഞ്ഞു, വലിയൊരു ആഘോഷം പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഇതിനെ പറ്റൂ. ഇതിനൊക്കെ ഉപരി നമ്മുടെ വർഷങ്ങളായിട്ടുള്ള വാല്യൂസ്, അതിനെ എൻഹാൻസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു നടപടി, എന്തെങ്കിലും ഒരു പോസിറ്റീവ് അപ്രോച്ച് ഈ കൺവെൻഷനിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? നമ്മൾ കൂടി വരുന്നു എന്നുള്ളത് തന്നെ നമ്മളുടെ ഒരു വലിയ പ്രോഗ്രസിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ എന്നും കരുതുന്നത്. ഞാൻ ആക്ച്വലി പല ആൾക്കാരോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ധാരാളം പ്രശ്നങ്ങളൊക്കെ 10 പേര് കൂടുന്നിടത്തൊക്കെ അഭിപ്രായമുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ചെറിയ പ്രിഫറൻസുകളുണ്ട്. ഒരാളോട് പ്രിഫറൻസ് തോന്നുന്നതൊക്കെ വളരെ നാച്ചുറലാണ്. അത് ചെറിയ ഗ്രൂപ്പുകളുണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ ഉപരി ഒരു കൺവെൻഷൻ എന്ന് പറയുമ്പോൾ 10, 2000 അല്ല 5000 ആൾക്കാർ ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് തികച്ചും കമ്മ്യൂണിറ്റിക്ക് നേട്ടമാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് കണ്ട ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഒബ്സർവേഷനാണ്. ഷിക്കാഗോയിൽ നിങ്ങൾ കൺഗ്രാജുലേഷൻ ടു ഷിക്കാഗോ, ഒരു വോളിബോൾ വിൻ ചെയ്തു. പക്ഷേ ആ ഷിക്കാഗോ ടീമിലെല്ലാം ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേരാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ഷോസ്
ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ കൂടെ വളർന്നു വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് ആ പിള്ളേരെ ട്രെയിൻ ചെയ്തെടുക്കുമ്പം അവിടെ പിള്ളേർക്ക് ഗ്രൂപ്പില്ല, അവർ തമ്മിലൊരു ഇഷ്യൂസ് ഇല്ല, എല്ലാവരും ഒരുമിച്ച് വരുന്നു. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കമ്മ്യൂണിറ്റി വളരും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾക്ക് ഇന്നുള്ള ആ ഒരു ഗ്രൂപ്പ് പ്രിഫറൻസോ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് അല്ല നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ വരാൻ പോകുന്നത്. കാരണം അവർക്കും പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷേ ആ പൊളിറ്റിക്സ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ഏത് ബെറ്റർ നിന്ന് നമുക്ക് ആരും വി ആർ നോട്ട് ടു ജഡ്ജ്. പക്ഷേ ആ രീതിയിലേക്ക് വളർന്നു വരുമ്പോൾ അവർക്ക് ആ കൂട്ടായ്മ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്, ഓരോ 2 ഇയേഴ്സും അവരെ കൺവെൻഷന് പോലെ ഒരു പ്രസ്ഥാനത്തേക്ക് വരുത്താൻ സാധിക്കുന്നത്, ഇതെല്ലാം കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രസ് ആണ്. അതുപോലെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്, അതുപോലെ ഇപ്രാവശ്യവും ഒരു 10,700-2,000 യൂത്ത് ഉണ്ട് ഇവിടെ 21 വയസ്സ് 22 വയസ്സ് കോളേജ് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുന്ന ഒരു യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ജോലിയിലാണ്. അവരെ ആർക്കും കൺവെൻഷന് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. അവരുടെ സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം ഡിസിഷൻ എടുത്ത് വരുന്ന പിള്ളേരാണ്. അങ്ങനെ 2,000 പിള്ളേരെ അല്ലെങ്കിൽ 1,700 പിള്ളേരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇതിൽ പരം ഒരു പ്രോഗ്രസ് തന്നെ ഉള്ളത്. ഈ രാജ്യത്ത് നമ്മളെല്ലാം വർക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാവിയാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ഭാവി എന്ന് പറയുന്നത് ഈ കുട്ടികളിലാണ്. അവർ ഇതിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നു എന്നുള്ളതും ഈ കൺവെൻഷനുകളുടെ ഏറ്റവും വലിയ നേട്ടമാണ്. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ പല യൂത്തിനോട് സംസാരിച്ചു. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഭക്ഷണത്തെ പറ്റിയോ അല്ലെ എന്തെങ്കിലും ടൈം മാനേജ്മെൻറ്റ് അല്ലെ ഓർഗനൈസേഷണൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ യൂത്ത് ആർ വെരി ഹാപ്പി. അവരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം മറ്റ് കൺവെൻഷനുകളിൽ നിന്ന് വിഭിന്നമായിട്ട് വളരെയധികം നല്ല പ്രോഗ്രാംസ്, ക്രൂസിൽ ഏകദേശം 1,800 യൂത്തോളം പങ്കെടുത്തെന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺവെൻഷൻ കൊണ്ട് ഒരു നല്ല ശതമാനം ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ യുവതലമുറയ്ക്കാണ് എന്ന് പറയുന്നതിൽ എന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ കൺവെൻഷൻ്റെ ഹിസ്റ്ററി തന്നെ എടുത്താൽ ആദ്യം എവറി 3 ഇയേഴ്സ് എന്നാണ് കൺവെൻഷൻ തുടങ്ങിയത്. ആ 3 ഇയേഴ്സ് എന്നുള്ള 2 ഇയേഴ്സ് ആക്കുന്നത് തന്നെ നമ്മുടെ യുവജനങ്ങളെ കൂടുതൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, അവർക്കിതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് നമുക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വി അക്കംപ്ലിഷ്ഡ് അവർ പർപ്പസ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും ഗ്രാനായക്കാരാകാൻ വേണ്ടി ഇനി കൺവെൻഷന് പോകേണ്ട കാര്യമില്ല. അതുപോലെ ഇതിപ്പോൾ നമ്മൾ KCCൻ്റെ നോർത്ത് അമേരിക്ക, കാനഡ ഈ വിഭാഗത്തിൽ മാത്രമുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. താങ്കൾ DKCCയുടെ ചെയർമാൻ എന്ന നിലയിൽ ഇതിനെ വിപുലീകരിച്ചൊരു ആഗോള കൺവെൻഷനാക്കി മാറ്റണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം താങ്കൾക്കുണ്ടോ? ഒരു ആഗോള കൺവെൻഷൻ, ഗ്ലോബൽ കൺവെൻഷൻ അങ്ങനെയുള്ളതിനൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അത് പ്രാക്ടിക്കലും അല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ DKCയുടെ ചെയർമാൻ പൊസിഷൻ എടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നത് എങ്ങനെ അടുത്ത ജനറേഷനെ വീണ്ടും ഒരുപക്ഷെ ഗ്ലോബലി ഒന്നിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതിന് കാരണം അമേരിക്ക പോലുള്ളൊരു സ്ഥലത്ത് ധാരാളം നമുക്ക് യുവജനങ്ങളുണ്ട്, പക്ഷേ മറ്റ് പല രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്മോൾ ഐലൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. അപ്പോൾ അവർക്ക് ചോയ്സസ് കുറവാണ്, മറ്റാളുകളെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ അതൊരു നല്ല കമ്മ്യൂണിറ്റിയുടെ ഭാവിക്ക് നല്ലതായിരിക്കും എന്നുള്ളൊരു ഇൻട്രസ്റ്റിൽ മാത്രമാണ് ഞാൻ ഈ പൊസിഷൻ. അതിനെന്തെങ്കിലും താങ്കളുടെ സൈഡിൽ നിന്ന് ഇതുവരെ എന്തെങ്കിലും ഒരു സ്റ്റെപ്സ്, അതായത് ആഗോള എല്ലാ വിഭിന്ന രാജ്യങ്ങളിലുള്ള ജനങ്ങളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് തുടങ്ങാനുള്ള എന്തെങ്കിലും ഒരു സ്റ്റെപ്സ് ഇതുവരെ എടുത്തിട്ടുണ്ടോ? നമ്മൾ ആക്ച്വലി 1-2 കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറേ ഓർഗനൈസേഷണൽ ഇഷ്യൂസ് അതിനകത്ത് ഇനിയും ബാക്കിയുണ്ട്. ഇപ്പോൾ KCCൻ്റെതായ ചില ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ട്. സെയിം തിങ് നമ്മൾ UK കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഇഷ്യൂസ് സോൾവ് ചെയ്യാതെ നമുക്ക് ഫണ്ടമെൻ്റലി അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് എഫേർട്ടിലേക്ക് വരാൻ സാധിക്കില്ല. അപ്പം ആ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് മേ ടേക്ക് സം ടൈം. കാരണം ഇതിനകത്ത് റിയൽ ഇഷ്യൂസ് ഉണ്ട്, പെർസീവ്ഡ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തീർക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ ടാസ്ക്. അപ്പോൾ നമ്മുടെ ആൾക്കാരെ ആശ്രയിച്ചിരിക്കും അത്. നമ്മൾ എല്ലാവരും പറഞ്ഞു ഈ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്, സ്പോർട്സ്, മറ്റ് കൂട്ടായ്മകൾ, യൂത്ത് ആക്ടിവിറ്റീസ് ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പിരിച്വൽ ഗ്രോത്തിന്, അതായത് നമുക്കിപ്പോൾ ഏറ്റവും ഒരു നോർത്ത് അമേരിക്കയിൽ വിവാദമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ മിഷൻസ്. അപ്പോൾ അതിലെ മെമ്പർഷിപ്പ് ക്രൈറ്റീരിയസ് അല്ലെ അതിനുള്ള അപ്പം ഇതുമായിട്ട് സമന്വയിച്ചുകൊണ്ട് നമുക്കൊരു സ്പിരിച്വൽ ഗ്രോത്തും കൂടെ KCCയുടെ കീഴിൽ സാധ്യമാകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് കാണുന്നുണ്ടോ, ഒരു ഹോപ്പ് കാണുന്നുണ്ടോ, പ്രതീക്ഷ കാണുന്നുണ്ടോ? KCCNA എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു എൻറ്റിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിനൊരു എനേബിളർ ആകാൻ സാധിക്കും. ആ എനേബിളർ ആകാൻ വേണ്ടി KCCNA എന്നും ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ മെമ്പർഷിപ്പിലൊക്കെ ഇഷ്യൂ എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചറൽ ഇഷ്യൂസ് ആണ്. ആ സ്ട്രക്ചറൽ ഇഷ്യൂസ് ഡീൽ ചെയ്തെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് KCCNA നിൽക്കുന്നു. ദാറ്റ് ഈസ് എന്നും സ്വാഗതാർഹമാണ്. എനിക്ക് തോന്നുന്നു ഒരു ഗ്രാനായക്കാരനും അതിന് നിൽക്കാതിരിക്കുന്നതെന്ന് ഞാൻ തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും ഈ കൺവെൻഷനെ പറ്റി നല്ല ഒരു അഭിപ്രായം പറഞ്ഞ
മുൻ KCC-യുടെ പ്രസിഡന്റ്, അതുപോലെ ഇപ്പോഴത്തെ DKCC-യുടെ ചെയർമാൻ ഷീൻ സാഗശാലയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.